ഗുരോരധികം തത്വം ന ഗുരോരധികം തപ തത്വജ്ഞാനാത് പരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസാക്ഷി ശരത്ചന്ദ്രമരീചികേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഗുരുചരണങ്ങളിൽ ശാസ്ത്രാംഗ പ്രണാമത്തോടെ നിങ്ങളെല്ലാം ഉത്സവത്തിനൊന്ന് വർത്താനം പറയാനാണോ? ഞാൻ ഗംഭീരമായ സ്വാഗത പ്രസംഗം, ഗംഭീരമായ ഉദ്ഘാടന പ്രസംഗം ഞാൻ നോക്കുമ്പോൾ കുറേ പേര് ഇരുന്ന് വർത്താനം പറയുക. ഇതിനാണ് നിങ്ങളോട് വന്നത്. മൊബൈൽ ഫോൺ കയ്യിലുള്ളവർക്ക് ഒന്ന് എണീറ്റേ കാണട്ടെ. മൊബൈൽ ഫോൺ കയ്യിലുള്ളവന്ന് എണീറ്റോ, അല്ല കൈ പോയി ആണ്ട പാവപ്പെട്ട ചേച്ചി എണീറ്റിരുന്നാട്ടെ. നിങ്ങളുടെ കയ്യിൽ ആരുടെ ഇല്ലല്ലേ മൊബൈൽ ഫോൺ? ആരുടെ ഇനി കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തേക്ക് കേട്ടോ. ഞാനിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പോവാം. മൊബൈൽ ഫോൺ ആരുടെ കയ്യിലില്ല. എല്ലാവരും നേരെ ഇരുന്ന്, ഈ ഒടിഞ്ഞു വളഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ടാ. നേരെ ഇരുന്ന് നല്ല സ്മാർട്ടായിട്ടിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഉത്സവമാണല്ലേ. ഞാൻ ഇന്നലെ പങ്കെടുത്തത് നീണ്ടൂർ പഠനോത്സവത്തിലായിരുന്നു. 120 കുട്ടികൾ പങ്കെടുത്ത പഠനോത്സവത്തിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ കല്ലറയ്ക്ക് മുമ്പ് നീണ്ടൂരൊക്കെ അറിയോ? നീണ്ടൂർ പങ്കെടുത്തിരുന്നു. അതിന് 2 ദിവസം മുമ്പ് 1000 കുട്ടികൾ പങ്കെടുത്ത ഒരു പരിപാടി പങ്കെടുത്തു. അതിൻ്റെ പേര് ശാരദോത്സവം എന്നായിരുന്നു, കോട്ടയത്ത്. ഇപ്പോൾ ശാരദോത്സവം കഴിഞ്ഞു, പഠനോത്സവം കഴിഞ്ഞ് ഇന്ന് ആനന്ദോത്സവത്തിലെത്തിയിരിക്കുക. എനിക്ക് വലിയ സന്തോഷമായി. ഞാനും എൻ്റെ കൂടെ വന്ന സ്നേഹിതൻ രഞ്ജിത്ത് മറൈപ്പള്ളി ഇങ്ങോട്ട് കയറി വന്നപ്പോൾ രഞ്ജിത്ത് പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചവരല്ല കേട്ടോ, ഗംഭീരമായിട്ടോ. അകത്ത് എഴുത്തുകളൊക്കെ കണ്ടപ്പോൾ സന്തോഷത്തോടുകൂടി അദ്ദേഹം എന്നോട് പറഞ്ഞൊരു വാക്കാണ്. സത്യത്തിൽ ഞാൻ വളരെ ആസ്വദിക്കുകയായിരുന്നു വന്ന് ഇത്രയും സമയം. എന്താ പരിപാടി എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. കാരണം ഞാനിങ്ങോട്ടേക്ക് വന്നു. ഞാൻ അതിനു മുമ്പൊന്ന് നമ്മുടെ ഇതൊരു പരിപാടിയാണല്ലോ, കാര്യപരിപാടിയിലെ ആദ്യത്തെ ഇനമെന്ന് പറയുന്നത് അഭിസംബോധനയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ശബ്ദം ഉണ്ടാക്കരുത് കേട്ടാ, ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ, നമ്മുടെ ശാഖയുടെ പ്രസിഡന്റ് ശ്രീ എൻ മണിയപ്പൻ സാറ്, ഏറെ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ ഈ ആനന്ദോത്സവം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ യൂണിയൻ്റെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയും അതിനേക്കാൾ ഒരു SNDP യോഗത്തിൻ്റെ പരമാധികാര സഭയായ യോഗം കൗൺസിൽ അംഗവുമായിട്ടുള്ള CM ബാബു സാറ്, ഇവിടെ സ്വാഗതം ആശംസിച്ച ശാന്തമ്മ ടീച്ചർ, ബഹുമാനപ്പെട്ട ശാഖയുടെ സെക്രട്ടറി, ശാഖായോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ, ഏറെ ബഹുമാനിയായ സുജാത ടീച്ചർ, വനിതാ സംഘത്തിൻ്റെ ഭാരവാഹികൾ, അഖിലുൾപ്പെടെയുള്ള യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹികൾ, മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ, എല്ലാവർക്കും ആദരവോടെ നമസ്തേ. എല്ലാവരും ചായയും കടിയും കഴിക്കുന്ന തിരക്കിലല്ലേ. എനിക്കാണെങ്കിൽ ഇത് കഴിക്കാനും പറ്റില്ല, കാരണം ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയല്ലേ. എന്നെ അവർ കുഴപ്പത്തിലാക്കി അല്ലേ. എന്നെ പ്രസംഗിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ചായയും കടിയും തന്നിരിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഭക്ഷണം കഴിച്ചോളുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ചോദ്യം ചോദിക്കുക, അതിന് മറുപടി വന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്ത ഒരാൾക്ക് SNDP യോഗത്തിൽ മറ്റാർക്കും ഇല്ലാത്ത, അതായത് ലോകത്ത് എവിടെയൊക്കെ SNDP യോഗത്തിൻ്റെ പ്രവർത്തകരുണ്ടോ അവർക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത നമ്മുടെ ബാബു സാറിനുണ്ട്. എന്താണെന്ന് പറയാമോ? കുട്ടികളോടാ ചോദ്യം. ഇവിടെ വന്നിരിക്കുന്ന കുട്ടികളോടാ ചോദ്യം. അറിയാവുന്നൊരു കൈ പോക്കണം, അല്ലെങ്കിൽ എണീറ്റ് നിൽക്കണം. അറിയാമോ? SNDP യോഗത്തിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകരുണ്ട്, ആയിരക്കണക്കിന് യൂണിയൻ ഭാരവാഹികളുണ്ട്, 10,000 കണക്കിന് ആയിട്ടുള്ള ശാഖായോഗത്തിൻ്റെ ഭാരവാഹികളുണ്ട്. അതിൽ
ലോകത്തിൽ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത നമ്മുടെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ യൂണിയൻ്റെ സെക്രട്ടറി നിങ്ങളുടെ ശാഖയിലെ അംഗമായ ബാബു സാറിനുണ്ട്. എന്താണെന്ന് പറയാമോ ആർക്കെങ്കിലും? മുതിർന്നവർക്ക് ആർക്കെങ്കിലും പറയാമോ? മുതിർന്നവർക്ക് ഇനിയിപ്പം കറക്റ്റ്. അതായത് SNDP യോഗത്തിൻ്റെ പരമാധികാര സഭയിൽ അംഗമായിരിക്കുകയും ഒരു താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറിയുമായിട്ട് ലോകത്തൊരൊറ്റ ഒരാളെ ഇരിപ്പോൾ. അയാളുടെ പേരാണ് CM ബാബു. കൈയടിക്കേണ്ട കാര്യം, വടയും ചായയും താഴെ പോകും, അതുകൊണ്ടാണ്. അപ്പം അത് വലിയൊരു പ്രത്യേകത നിങ്ങൾ ഓർക്കണം. അത് മറ്റാർക്കും ലോകത്ത്. ഞാനിത് കഴിഞ്ഞ ദിവസം ഞീഴൂർ ശാഖയിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോഴാണ് ആദ്യമായിട്ട് പറയുന്നത്. ഔപചാരികമായിട്ട് പറഞ്ഞതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ശാഖയ്ക്ക് കിട്ടിയിരിക്കുന്ന വലിയൊരു അംഗീകാരം. ഞാൻ ഈ ശാഖയുമായിട്ട് വലിയ അടുപ്പം എനിക്കുണ്ട്. 2 തവണ ഞാനിവിടെ വന്നതായിട്ടാണ് എൻ്റെ ഓർമ്മ. അപ്പം അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് വളരെ ഭംഗിയുള്ളൊരു അന്തരീക്ഷം. ഞാൻ ഇന്നലെ എന്നെ ബാബു സാർ ഇതിനു വേണ്ടി വിളിക്കുന്നപ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് ഞാനിവിടെ വരാമെന്ന് പറഞ്ഞത്, അല്ലേ? ആ വരാമെന്ന് പറഞ്ഞ കൂടെ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങളുടെ ശാഖയെക്കുറിച്ച്. എന്താണെന്നറിയാമോ? മഹാഗുരു ഇവിടെ വന്ന മണ്ണ, അല്ലേ? ഗുരുദേവൻ ഇവിടെ വന്നിട്ടുണ്ട്, അല്ലേ പ്രസിഡന്റ്? ഗുരുദേവൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഗുരുദേവൻ വന്നപ്പോൾ ഒരു പക്ഷേ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എപ്രകാരം നമുക്ക് ശിവഗിരിയോ, എപ്രകാരം നമുക്ക് അരുവിപ്പുറമോ, എപ്രകാരം നമുക്ക് മരുത്വാമലയോ, എപ്രകാരം നമുക്ക് ആലുവ അദ്വൈതാശ്രമോ, അതുപോലെ നമ്മുടെ ഇഷ്ടഭൂമികളിൽ ഒന്നാണ് പെരുന്തുരുത്തി. അതുപോലെ നമ്മുടെ ഇഷ്ടഭൂമികളിൽ ഒന്നാണ് പെരുന്തുരുത്തി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യമാണ്. അവിടെ ഞാൻ വരും എന്നാണ് അദ്ദേഹത്തിന് കൊടുത്ത കണ്ടോ. സത്യമാണ്, ഒരു മേളമാണ്. ഉത്സവത്തിന് വെടിക്കെട്ടൊക്കെ ഉണ്ടല്ലോ, അല്ലേ? വെടിക്കെട്ടിന് നമ്മൾ എതിരാ, എങ്കിലും ബലൂൺ പൊട്ടുന്നത് നല്ലതാണ്. അപ്പം ഒരു ഉത്സവത്തിൻ്റെ അന്തരീക്ഷമൊക്കെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിച്ചു. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ നമ്മുടെ ടീച്ചർ വന്ന് സംസാരിച്ചു. ശാന്തമ്മ ടീച്ചർ ശാന്തമായ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങൾ എന്താണ് രവിവാര പാഠശാലയിൽ നടക്കുന്നത് എന്ന് പറഞ്ഞു. ഗ്രാമർ പഠിപ്പിക്കുന്നു. ഞാനോർത്തോ ടീച്ചർമാരായതുകൊണ്ട് ഇവർ ഗ്രാമർ പഠിച്ചാൽ ആരാണ്ട് എന്തൊക്കെ പറഞ്ഞെന്നൊക്കെ ടീച്ചർ പറഞ്ഞു. അപ്പം ഈ ഗ്രാമർ പഠിപ്പിന് മാത്രമേ ഉള്ളോ എന്ന് ഞാനും അങ്ങ് ധരിച്ചു. പക്ഷേ എന്തിനാണ് ഇങ്ങോട്ടേക്ക് നിങ്ങൾ വരേണ്ടത്, ഇവിടെ ഓരോ ഞായറാഴ്ചയും നിങ്ങൾ വരേണ്ടത് എന്തിനാണെന്നും ഇവിടെ എന്താണ് പഠിപ്പിക്കുന്നതെന്നുമൊക്കെ വളരെ വ്യക്തമായിട്ട് ടീച്ചർ നിങ്ങളോട് പറഞ്ഞു തന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇതാ ഇങ്ങനെ ഒരു കൂട്ടർ. ഇപ്പോൾ അപ്പുറത്ത് സുജാത ടീച്ചർ ഇരിക്കുകയാണ്. സുജാത ടീച്ചർ കുറേ കുട്ടികളുമായി, സുജാത ടീച്ചറും കുട്ടികളൂടെ ഇവിടെ ഇരുന്നു. കുറച്ച് കുട്ടികൾ കീർത്തനങ്ങളൊക്കെ ചൊല്ലി, വിനായകാഷ്ടകം ചൊല്ലി. മോളെന്തേ ഒന്ന് എണീറ്റേ കാണണ്ട. ആരാ വിനായക? പേരെന്താ? ആദിശ്രീ. എത്രല്ല പഠിക്കുന്നത്? 5-ൽ. വളരെ ഭംഗിയായി കേട്ടോ. അത് കഴിഞ്ഞ് ആരാ? ഗുരുവിൻ്റെ മറ്റൊരു കൃതി ചൊല്ലിയല്ലോ. അതാരായിരുന്നു? ശിവപ്രസാദ പഞ്ചകം. ശിവപ്രസാദ പഞ്ചകം കാണുമല്ലോ. മറ്റൊരു കൃതി ചൊല്ലിയില്ലേ? നന്നായിരുന്നു. പിന്നെ മറ്റ് കുട്ടികൾ പലരും ചൊല്ലി. ഇതൊക്കെ എനിക്ക് വലിയ സന്തോഷം നൽകി. കാരണം ഇതൊരു നല്ല അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയിലാണ് ഇവിടെ ഇരുന്നത്. പിന്നെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു ഗുരുദേവൻ്റെ സന്ദേശങ്ങളൊക്കെ എഴുതി. അതിനേക്കാൾ ഉപരി ഗംഭീരമായൊരു കയ്യെഴുത്ത് പുസ്തകം, പ്രണവം എന്ന പേരിൽ അത് പ്രകാശനം ചെയ്തു. ഇത് ഞാൻ 30 വർഷമായിട്ട് കേരളത്തിൽ നിന്ന് മാത്രമല്ല ലോകമെമ്പാടും സഞ്ചരിക്കാനൊരു മഹാഭാഗ്യം എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗുരുവിൻ്റെ അനുഗ്രഹമാണ്. ആ ഗുരുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഇടയിലാണ് ഒരു രവിവാര പാഠശാലയുടെ നേതൃത്വത്തിൽ കയ്യെഴുത്ത് പ്രതി മാസികയുടെ ഉദ്ഘാടനം നടത്തുന്ന അപൂർവ സന്ദർഭങ്ങളിലേ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2025 അങ്ങനെ ഒരു അവസരം എനിക്ക് ഒരൊറ്റ സ്ഥലത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് പെരുന്തുരുത്തി നിങ്ങളുടെ അടുത്തുനിന്നാണ്. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്താ, അടുക്കും ചിട്ടയോട് കൂടിയിട്ട് ഗുരുദേവൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് പ്രണവം എന്ന പേരിൽ പ്രണവമുണർന്ന് പുറപ്പൊഴിഞ്ഞു വാഴുന്ന ആ മഹാഗുരുവിൻ്റെ ചിത്രം വെച്ചിട്ട് ഗംഭീരമായ ഒരു കയ്യെഴുത്ത് പുസ്തകം. അതിൽ ഇനി നിങ്ങൾക്കൊക്കെ എഴുതാൻ അവസരമുണ്ടെന്ന് പേജൊക്കെ ഇട്ടിട്ടുണ്ട്. പ്രസിഡന്റ് മറിച്ച് നോക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് നോക്കി. എനിക്ക് വലിയ സന്തോഷം തോന്നി കേട്ടോ.
ഇങ്ങനെ കരുതലോടുകൂടി കണ്ടുകിടക്കാൻ കുറച്ച് ടീച്ചർമാരല്ലേ, അതിൽ ഷിജി ടീച്ചർ വന്നിട്ടില്ല. അപ്പോൾ സുജാത ടീച്ചറുണ്ട്, അതുപോലെ തന്നെ ശാന്തമ്മ ടീച്ചറുണ്ട്, ഒരു ടീം ഇവിടെ ഉണ്ട്. ഇത് തന്നെ നിങ്ങളുടെ ഭാഗ്യം. പക്ഷേ ഇത് മനസ്സിലാക്കുന്ന എത്ര പേര് ഇവിടെ ഉണ്ടാ? രവിവാര പാഠശാലയിൽ കൃത്യമായിട്ട് വരുന്നവർ, അതായത് ഈ ഒരു വർഷത്തിൻ്റെ ഇടയിൽ ഒരു 10 ക്ലാസ്സിലെങ്കിലും വന്നവരൊന്ന് എണീറ്റ് നിന്നേ. ചായയൊക്കെ കുടിച്ചോ, എണീറ്റ് നിന്നേ, ഞാനൊന്ന് കാണട്ടെ. ഒന്ന് എണീറ്റ് നിന്നേ. 10 ക്ലാസ്സിലെങ്കിലും വന്നിട്ടുള്ളവർ. 1 2 3 4 5 6 7 8 9 10 15 16 പേരുണ്ട്. ഇരുന്നാട്ടെ. വലിയ സന്തോഷം. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ആളുകളും ഈ ക്ലാസ്സിലേക്കൊന്നും വരാത്തവരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ മാറണം കേട്ടോ. ഈ ഉത്സവം കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ പോയിട്ട് എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾ ഈ മണ്ണിലേക്ക് വരുന്നവരായിട്ട് മാറണം കേട്ടല്ലോ. നിങ്ങൾ ചായ കുടിക്കുന്നവരെ ഞാനൊരു ബ്രേക്ക് തന്നിട്ടില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോവാം. അപ്പം നിങ്ങൾ ഇവിടേക്ക് വരണം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അല്ലേ. ഗുരുവിനെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതാണ് ഞാൻ ചില അനുഭവങ്ങളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. പണ്ട് ഞാനൊരു പാഠശാലയുടെ കുടുംബസംഗമത്തിന് പോയി കേട്ടോ. ഇതുപോലൊരു മീറ്റിങ്ങിൻ്റെ കുടുംബസംഗമം, വലിയൊരു ശാഖയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ മക്കളെ? ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോന്ന്? അപ്പം എന്നെ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് സമയത്തേക്ക് എനിക്ക് നിങ്ങളുടെ മനസ്സ് തരണം കേട്ടല്ലോ. വടയും ചായയൊക്കെ കഴിച്ചോ. കുറച്ച് സമയത്തേക്ക് എനിക്ക് നിങ്ങളുടെ മനസ്സ് തരണം. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് വലിയൊരു സ്റ്റേജ്. ആ സ്റ്റേജിൽ നിങ്ങളുടെ ഉത്സവത്തിനൊക്കെ ഇടുന്നത് പോലെ വലിയ സ്റ്റേജാണ്. ആ സ്റ്റേജിൽ ഒരു സൈഡ് മുഴുവൻ സമ്മാന പൊതികളാണ്. TV, ഫ്രിഡ്ജ്, വലിയ സമ്മാന പൊതികൾ. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാൻ കയറിയപ്പോൾ അവിടുത്തെ ശാഖയുടെ പ്രസിഡന്റ് എന്നോട് പറയുക, ഞാൻ ചോദിച്ചു, ഇതെന്താ ഈ കാണുന്ന സമ്മാന പൊതികളൊക്കെ, അതുപോലെ ഈ TV ഫ്രിഡ്ജും ഒക്കെ ഇരിക്കുന്നത്? ഓ, എന്ത് പറയാനാന്നേ. ഇവിടെ നിന്ന് ഗൾഫിൽ പോയ 4 പേര് ശാഖയിൽ നിന്ന് പോയതാ. അവർ അവിടെ ഗൾഫിൽ പോയിട്ട് അവധി ദിവസത്തിലിരിക്കുമ്പോൾ കൂടെയുള്ള സഹോദരന്മാർ പല സമുദായത്തിൽപ്പെടുന്നവരാ. അവർ കുട്ടികളെക്കുറിച്ച് പറയുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നു, അവരുടെ മതപാഠശാലയിൽ പഠിപ്പിച്ച കാര്യങ്ങൾ പറയുന്നു, അവരുടെ ജീവിതത്തിലുണ്ടായ ഒരുപാട് വളർച്ചയെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു. അതേ സമയത്ത് ഈ പറയുന്ന 4 പേരുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അമ്മയും മക്കളും തമ്മിൽ അടിയാണ്. കുഴിമന്തി കിട്ടിയില്ല, യമൻ മന്തി കിട്ടിയില്ല, പിസ വാങ്ങിച്ചു കൊടുത്തില്ല, കിൻഡർ ജോയ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തില്ല, മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു. ഇതിൻ്റെ പേരിൽ യുദ്ധമാണ് വീട്ടിൽ നടക്കുന്നത്. ഇത് കണ്ട് മടുത്തിട്ട് അവർ പറഞ്ഞു, ഞങ്ങളുടെ മക്കളും അതുപോലെ ആകണം. എങ്ങനെയാ? ഇവിടെ ബാബു സാറ് പറഞ്ഞതുപോലെ ലക്ഷ്യബോധമുള്ളവരായിട്ട് മാറണം, എബ്രഹാം ലിങ്കനെ അറിയുന്നവരായിട്ട് മാറണം, മഹാത്മാ ഗാന്ധിജിയെ അറിയുന്നവരായിട്ട് മാറണം, APJ അബ്ദുൽ കലാമിനെ അറിയുന്നവരായിട്ട് മാറണം. എന്താ? അലസത വെടിഞ്ഞുകൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും ഉപകാരമാകുന്ന ഇവിടെ നിൽക്കുന്ന ആൽവൃക്ഷത്തെ പോലെ തണലായി മാറുന്നവരായി ഞങ്ങളുടെ മക്കളും മാറണം. ആര് തീരുമാനിച്ചു? പെരുന്തുരുത്തി പോലെ ഒരു ശാഖയിലെ 4 പേര് വിദേശത്ത് പോയി തീരുമാനിച്ചു. കാരണം നിങ്ങൾ അങ്ങനെ ആവരുത്, നിങ്ങൾ ഈ മണ്ണിലേക്ക് കടന്നു വരണം. ഇത് ഗുരുദേവന്റെ ഇഷ്ടപ്പെട്ട ഭൂമിയാണ്. മഹാഗുരുവിൻ്റെ പാദസ്പർശമുണ്ടായ പരിപാവനമായിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ് പെരുന്തുരുത്തിയിലെ ഈ സ്ഥലം. ഞാൻ ഈ ഓഡിറ്റോറിയത്തിൻ്റെ അപ്പുറത്ത് നിന്നൊന്ന് വീക്ഷിച്ചു. എത്ര ഭംഗിയാണെന്നറിയാമോ? ടൂറിസ്റ്റ് കേന്ദ്രമാകേണ്ട സ്ഥലമാണ്. അത്ര ഭംഗിയുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. കാരണം എന്താ? മുറ്റത്തെ മുല്ലയുടെ മണം നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല അല്ലേ? മുറ്റത്തെ മുല്ലയെ നമുക്ക് പലപ്പോഴും മനസ്സിലാവില്ല. അത് പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഈ മണ്ണിനെ സ്നേഹിക്കണം. ഇത് ഞങ്ങളുടേതാണ്, ഈ മണ്ണ് ഞങ്ങളുടേതാണ്. ഇപ്പം ഇവിടെ കസേര ഇരിക്കുന്നു. നിങ്ങൾ പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നോ? ഒരു കസേര എടുത്ത് അടുത്ത കസേരയിലേക്ക് വെക്കണം. കാരണം എന്താ? ഇതെൻ്റെ മണ്ണാണ്, ഇതെൻ്റെ സ്വന്തം സ്ഥലമാണ്. അവിടെ ഞാൻ എന്ത് ചെയ്യണം? ഇത് ഞാൻ ചെയ്യേണ്ട കർമ്മമാണെന്ന് പറഞ്ഞിട്ട് ഈ മണ്ണിനെ സ്നേഹിക്കാൻ പഠിക്കണം. ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്
എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അപ്പം ഞാനൊരു കഥയല്ല, സംഭവം പറഞ്ഞു തരിക. അപ്പോൾ അവിടുത്തെ ശാഖയുടെ സെക്രട്ടറി, ഞാൻ പറഞ്ഞില്ലേ ടിവിയും ഫ്രിഡ്ജും ഒക്കെ ഇരിക്കുന്ന കാര്യം ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നോട് ശാഖയുടെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാം കൂടെ പറയുക, നിങ്ങളെ വിളിച്ചത് എന്തിനറിയാമോ? ഞങ്ങൾ പണ്ട് രവിവാര പാഠശാല തുടങ്ങി. ആ രവിവാര പാഠശാല തുടങ്ങിയത് എങ്ങനെയാണെന്നറിയാമോ? 4 ലക്ഷം രൂപ ഗൾഫിൽ നിന്ന് അയച്ചു തന്നു ഇങ്ങോട്ടേക്ക്. ആ 4 ലക്ഷം രൂപ എന്തിനാണെന്നറിയാമോ? രവിവാര പാഠശാല നടത്താൻ. കാരണം എന്താ? ഞങ്ങളുടെ മക്കൾ ഞായറാഴ്ച വീട്ടിൽ രാവിലെ എണീക്കത്തില്ല. രാവിലെ എണീക്കുന്നവരൊന്ന് കൈ പൊക്കിക്കേ. ശ്രീനാരായണ ഗുരുദേവൻ എപ്പോൾ എണീക്കണമെന്നാണ് പറഞ്ഞത്? ഒരാൾ മറുപടി പറഞ്ഞേ. ഒരു 8ാം ക്ലാസ് കഴിഞ്ഞവർ തൽക്കാലം മറുപടി അറിയാം. 8ാം ക്ലാസ് കഴിഞ്ഞവരോട് എൻ്റെ ചോദ്യം കേൾക്കുക, ബാക്കിയുള്ളവരും അറിയാമെങ്കിൽ പറയാം. ശ്രീനാരായണ ഗുരുദേവൻ എപ്പോൾ എണീക്കണമെന്നാണ് നമ്മളോട് പറഞ്ഞത്? പറയടാ. എത്ര? 5 മണിക്ക് എണീക്കാനാണ് ഗുരുദേവൻ പറഞ്ഞതെന്നാണ്. അവൻ്റെ പേരെന്താ? ഹരിനന്ദൻ. എത്രയാണ് പഠിക്കുന്നത്? മിടുക്കൻ. നല്ലൊരു കയ്യടി കൊടുത്ത്. അവൻ ഉത്തരം പറഞ്ഞില്ലേ? ഉത്തരം പറയുന്നവർക്ക് അപ്പം കയ്യടി കൊടുത്തോണം കേട്ടോ. കയ്യടിക്കുമ്പോൾ മസിലും പിടിച്ചിവിടെ ആരും ഇരിക്കരുത്. ഉത്സവമാണ് കേട്ടോ. ഉത്സവം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. ആ ഉത്സവത്തിന് വന്നവരാരും മസിൽ പിടിച്ചിരിക്കരുത്. ആര് നല്ലൊരു കാര്യം പറഞ്ഞാലും കൈയടിച്ചോണം കേട്ടോ. ഇപ്പം ഇവിടെ സ്വാഗതം പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. ഞാനൊക്കെ എല്ലായിടത്തു നിന്നും വന്നതാണ്. അപ്പം നല്ല കയ്യടിയാണ്. ചിലർ മസിലും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയല്ല, നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ അവസരം കിട്ടുന്നപ്പോൾ എല്ലാം പ്രോത്സാഹിപ്പിക്കണം. കൈയടിച്ചാൽ എന്താ ഗുണം ഉണ്ടാകുന്നത്? രക്തയോട്ടം കൂട്ടും, അന്നേരം സൗന്ദര്യം കൂടും. അങ്ങനെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ കൈയടിച്ചാൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കൈയടിക്കാൻ കിട്ടുന്ന ഒരവസരം കളയരുത്, അല്ലേ? രക്തയോട്ടം, ബ്ലഡ് പ്രഷർ, രക്തയോട്ടമൊക്കെ വർദ്ധിക്കും. എന്താ? നമ്മുടെ നെർവസ് സിസ്റ്റം എല്ലാം ശക്തമാവും, നമ്മൾ ഉഷാറാവും, എനർജിയായി മാറും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ എനർജി ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൈയടിച്ചോളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആദ്യം ഒരു കയ്യടി പഠിക്കാം കേട്ടല്ലോ. എല്ലാവരും നേരെ ഇരുന്നേ, കുട്ടികളെല്ലാം നേരെ ഇരുന്നേ. ഒരു കയ്യടി കേട്ടോ, നമ്മുടെ ഈ ഉത്സവത്തിൻ്റെ ഒരു കയ്യടിയാണ് കേട്ടല്ലോ. കയ്യടി. എല്ലാവരും നേരെ ഇരുന്നേ. കയ്യടിച്ചേ. 1 2 3. 1 2 1 2 3. 1 2 1 2 3. 1. ഇതാണ് നമ്മുടെ കയ്യടി കേട്ടോ. അപ്പം ഞാൻ മൈക്കിൽ കൂടെ പറയും, നിങ്ങൾ ചൊട്ടിക്കോ നല്ല നല്ല ശബ്ദത്തിൽ കേട്ടോ. 1 2 1 2 3. 1 2 1 2 3. 1. ഒന്നുകൂടെ. 1 2 1 2 3. 1 2 1 2 3. 1. ഇനി ഒന്ന് കൈ കൊട്ടിക്കേ. One two 1 2 3. 1 2 1 2 3. 1 2 1 2 3. 1. 3 പ്രാവശ്യം. ഒന്നുകൂടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ 2ാം ക്ലാസ്സുകാരൻ പറഞ്ഞത് എന്താ? ഉത്തരം പറഞ്ഞത് എന്തായിരുന്നു എൻ്റെ ചോദ്യം? ഗുരുദേവൻ എപ്പോൾ എണീക്കണമെന്നാണ് പറഞ്ഞത്? അദ്ദേഹം പറയുന്ന 5 മണിക്ക് എണീക്കണമെന്നാണ്. മറ്റഭിപ്രായങ്ങളുണ്ടോ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിപ്പുള്ളവരൊന്ന് കൈപൊക്കിക്കുക കാണട്ടെ. ഹരിനന്ദൻ അല്ലേ? ഹരിനന്ദൻ KS. അങ്ങനെ വേണം പേര് പറയാൻ. കൊടുക്കൊരു കൈയടിയും. യെസ്. അദ്ദേഹം കണ്ടോ, പേര് പറയുമ്പോൾ ഫുൾ പേര് പറയണം. വീട്ടുപേരോട് ചേർത്താണെങ്കിൽ എങ്ങനെ പറയണം? നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്, അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് പറയണം. ഹരിനന്ദൻ KS. കാരണം അവനെയും നമ്മൾ പഠിക്കേണ്ട ഒരു ബാലപാഠമാണ് കണ്ടോ. കാരണം ഓരോ നിമിഷവും പഠിക്കുക. അതിന് വലിപ്പച്ചെറുപ്പമൊന്നുമില്ല അറിവിന്. നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുക. മുതിർന്നവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും കണ്ടോ. ഹരിനന്ദൻ നിങ്ങളെ ഇന്ന് നമ്മുടെ ഈ ഉത്സവത്തിൽ പഠിപ്പിച്ച പാഠമാണ്. പേര് പറയുമ്പോൾ ഫുൾ നെയിം പറയണം. നമ്മൾ ചോദിക്കല്ലേ പേരെന്നാ? നമ്മൾ ഏറ്റവും ചുരുക്കിയ പറയാറ്, അല്ലേ? നമ്മുടെ പേര് പറയുമ്പോൾ ഫുൾ നെയിം പറയണം കേട്ടല്ലോ. അത് നിങ്ങൾ വിദേശത്തൊക്കെ പോകുമ്പോൾ മനസ്സിലാവും ഫുൾ നെയിമിൻ്റെ പ്രാധാന്യം എന്താണെന്ന്. അതിൻ്റെ പേരിലേക്ക് റിജക്റ്റ് ചെയ്യുന്ന പാസ്പോർട്ട് കേട്ടല്ലോ. പേര് പറയുമ്പോൾ അച്ഛൻ്റെ പേര്, വീട്ടുപേര്, ഇതെല്ലാം പാസ്പോർട്ടിലുണ്ടാവും. അതിലൊരു വാക്ക് തെറ്റിയാൽ പറയും വീട്ടിൽ പൊക്കോളാൻ പറയും, പ്ലെയിനെ കയറ്റിയല്ല. അപ്പം അതുകൊണ്ട് അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഗുരുദേവൻ പറഞ്ഞത് എപ്പോൾ എണീക്കണമെന്നാണ് പറഞ്ഞത്? 5 മണിയെന്ന് അദ്ദേഹം പറഞ്ഞു. വേറെ അഭിപ്രായം ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ട്. ശാന്തമ്മൻ ടീച്ചർ, സുജാത ടീച്ചർ പറയുന്നത് സൂര്യോദയത്തിന് മുമ്പാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൈയടിക്കാം.
ആ, അപ്പം സുജാത ടീച്ചറിൻ്റെ ഉത്തരം ഭൂരിപക്ഷം പേര് കൈയടിച്ചത് കൊണ്ട് ഞാൻ അങ്ങ് അംഗീകരിച്ചു കേട്ടോ. ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് സൂര്യോദയത്തിന് മുമ്പ് എണീക്കണമെന്നാണ് കേട്ടല്ലോ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത് സൂര്യോദയത്തിന് മുമ്പ് എണീക്കണമെന്നാ. ആ സൂര്യോദയത്തിന് മുമ്പ് എണീക്കുന്നവരൊന്ന് കൈ പൊക്കിക്കുക, സത്യസന്ധമായിട്ട് പറയണം കേട്ടോ. ഉണ്ട്, നമ്മുടെ മുതിർന്ന കുട്ടികളെല്ലാം കൈ പൊക്കി, മറ്റേ കുട്ടികളൊന്നും പൊക്കുന്നില്ല കേട്ടല്ലോ. മുമ്പേ 2-3 കൈ അവിടെ നിന്ന് പൊങ്ങിയായിരുന്നു. ആ, വെരി ഗുഡ് കേട്ടോ. ആ കൈ പൊക്കിയവർക്കെല്ലാം വെരി ഗുഡ്. നിങ്ങൾ ശീലമാക്കണം ദയവ് ചെയ്ത് മക്കളെ. ഇപ്പൊ പുതിയൊരു സംസ്കാരമാണ് നിങ്ങൾ. കാരണം എന്താ, രാത്രി മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? കുനിഞ്ഞിരുന്ന് കുത്തിക്കൊണ്ടിരിക്കും അല്ലേ? നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കുനിഞ്ഞിരുന്ന് കുത്താനുള്ളതാണ് കേട്ടല്ലോ. അതുകൊണ്ട് മൊബൈൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു പ്രാർത്ഥന ചൊല്ലുകയാണ്. എല്ലാവരും ഏറ്റു പറയണം കേട്ടല്ലോ. മൊബൈൽ കയ്യിലോട്ട് വരുമല്ലോ, നിങ്ങൾ എടുക്കുമല്ലോ. ഒരു ദിവസം 24 മണിക്കൂറുണ്ട്. അതിൽ 10 മണിക്കൂറോളം ഉറങ്ങിക്കളയും. ബാക്കിയുള്ളത് എത്ര മണിക്കൂറാണ്? 14 മണിക്കൂറാണ്. അതിൽ 14.5 മണിക്കൂർ നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ പേരാണ് മൊബൈൽ അല്ലേ? ആ മൊബൈൽ കയ്യിലോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു മന്ത്രം ഞാൻ പഠിപ്പിക്കും, അത് ചൊല്ലണം കേട്ടോ. എല്ലാവരും പറയണം കേട്ടോ. മൊബൈൽ കയ്യിലെടുത്തു കേട്ടല്ലോ, മൊബൈൽ കയ്യിലെടുത്തു. അപ്പൊ ചൊല്ലേണ്ടത് എല്ലാവരും ഏറ്റു പറയണം കേട്ടോ. മുഖമുയർത്തു, ഒച്ചത്തിൽ പറ. മുഖമുയർത്തു, ലോകത്തെ കാണും. മുഖമുയർത്തു, ലോകത്തെ കാണും. ഇതെന്താ സംഭവം എന്നറിയാമോ? കേരളത്തിലെ കുട്ടികളുടെ ഏറ്റവും വലിയ സംഘടന ആവേണ്ടത് എൻ്റെയും നിങ്ങളുടെയും സംഘടനയായ രവിവാരശാല ബാലജന യോഗ. പക്ഷെ ഇപ്പൊ അതല്ല. കാര്യം എന്താ? നമ്മൾ ഇങ്ങോട്ട് വരത്തില്ല അല്ലേ? 12 പേരാ ഇങ്ങോട്ടേക്ക് വരുന്നത്. മക്കളെ ഇന്ന് തിരുത്തണം. ഇന്ന് ഇവിടെ വെച്ച് തീരുമാനം എടുത്തുകൊണ്ട് പോകണം. ഞങ്ങൾ വരും അല്ലേ? ആ, ബാബു സാറിന് നല്ലൊരു കൈയ്യടി കൊടുത്തേ അല്ല, ബലത്തിന്. ആ, വെരി ഗുഡ്. ബാബു സാറിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കേട്ടോ. SNDP യോഗത്തിൻ്റെ പരമാധികാര സഭയായ യോഗം കൗൺസിലിലും ഒരു താലൂക്ക് യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ട് ലോകത്ത് ഒറ്റ ഒരാളെ ഇരുന്നിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ പേരാണ് നിങ്ങളുടെ CM ബാബു. മോശമൊന്നുമല്ല കേട്ടോ. മുറ്റത്തെ മുല്ല ആയതുകൊണ്ട് നമ്മൾ ഓർക്കും, ഓ ഇതിലേക്ക് വരുന്ന ആ സാറല്ലേ അല്ലെങ്കിൽ ഇന്ന ആളല്ലേ എന്നൊക്കെ ഓർക്കും. പക്ഷെ അങ്ങനെ അല്ല. അതിനുവേണ്ടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞു വെച്ച ഒരു കാര്യമെന്ന് പറയുന്നത് രാവിലെ എണീക്കുക എന്നുള്ള. അപ്പം മുഖമുയർത്തു, ലോകത്തേക്കാണ്. അപ്പം മൊബൈൽ എടുക്കുമ്പോൾ അപ്പോൾ ഓർത്തോണം, ഈ മന്ത്രം ചൊല്ലിക്കണം. ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കാൻ കഴിയുമല്ലോ. ഇന്ന് തൊട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. ഈ ഉത്സവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം 10% ഞാൻ കുറയ്ക്കും. ആവശ്യമാണ്. ഈ കുട്ടികളുടെ ഏറ്റവും വലിയ സംഘടനയെന്ന് അവകാശപ്പെടുന്നത് മലയാള മനോരമയുടെ ബാലജന സഖ്യ. അതിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് കൈപൊക്കാമോ ഉണ്ടെങ്കിൽ? മലയാള മനോരമയുടെ ബാലജന സഖ്യമാണ് കുട്ടികളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായി ഇന്ന് പറയപ്പെടുന്നത് കേരളത്തിൽ. അവരുടെ 2025 സന്ദേശമാണ് കുട്ടികൾക്കുള്ളത്. മുഖമുയർത്തു, ലോകത്തെ കാണും. കാര്യം എന്താ? നമ്മളെല്ലാം നമ്മുടെ ജീവിതം ഇന്ന് കുനിഞ്ഞിരുന്ന് കുത്താനുള്ളതാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അല്ലേ? ആ രീതികൾ നമ്മുടെ നിന്ന് പടിപടിയായിട്ട് മാറ്റണം കേട്ടോ. രാവിലെ എണീറ്റ് ശീലിക്കണം. ഈ രാത്രി ഉറങ്ങാത്തത് കൊണ്ടാണ് രാവിലെ എണീക്കാൻ കഴിയാത്തത്. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയുമോ? സൂര്യോദയത്തെ കുറിച്ചിട്ടാ. സൂര്യോദയം പോലെ ഇത്ര മനോഹരമായ ഒരു നിമിഷം 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ മറ്റൊന്നുമില്ല. ആ സൂര്യൻ്റെ ഉദയവും ആ സമയത്തെ പ്രകൃതിയെയും ആസ്വദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുമെങ്കിൽ വല്ലാത്തൊരു പ്രഭ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് രാവിലെ എണീക്കുക എന്നുള്ളൊരു ശീലം പടിപടിയായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് ഏത് വിജയിച്ചവൻ്റെ ജീവിതം എടുത്ത് പരിശോധിച്ചോ അതിൽ 90% ആളുകളും രാവിലെ എണീക്കുന്ന ശീലമുള്ളവരായിരിക്കും. നിങ്ങൾ വെറുതെ ഒന്നെടുത്ത് പഠിച്ചാൽ മനസ്സിലാവും. രാവിലെ എണീക്കുക എന്നുള്ളത് ജീവിത വിജയത്തിൻ്റെ ഒന്നാമത്തെ പടിയാണ്. അപ്പം അതുകൊണ്ട് രാവിലെ എണീക്കുക എന്നുള്ളൊരു ശീലം വേണം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ശാഖായോഗത്തിൽ രവിവാര പാഠശാല തുടങ്ങാൻ 4 ലക്ഷം രൂപ അയച്ചു കൊടുത്തു. അങ്ങനെ രവിവാര പാഠശാല തുടങ്ങി. ആ തുടങ്ങിയിട്ട് 127 കുട്ടികൾ രവിവാര പാഠശാലയിൽ പങ്കെടുത്തു. അവർക്ക് രാവിലെ ബസ് വീട്ടിൽ വരും, വീടുകളിൽ ബസ് വരും. രക്ഷകർത്താക്കൾ ഇരിക്കുന്നുണ്ടല്ലോ, അവരുടെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക. എന്നിട്ട് അവരെ ശാഖയിൽ കൊണ്ടുവരും. രാവിലത്തെ ഭക്ഷണം ശാഖയിലുണ്ട്, ഗംഭീരമായ ഫുഡ്. ഇത്തിരി കഴിയുമ്പോൾ കൂൾ ഡ്രിങ്ക്സ് ഇവിടെ തന്നതുപോലെ ചായയും വടയൊക്കെ തരും.
അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഗംഭീരമായ സദ്യ. ഇതിൻ്റെ ഇടയിൽ മാജിക് ഷോ ഉണ്ട്. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് ക്ലാസ്. പിന്നെ കലാപ്രകടനങ്ങളുണ്ട്, കുട്ടികളുടെ കലാപ്രകടനം. അതിൻ്റെ ഇടയിൽ ഗുരുദേവൻ്റെ കൃതികൾ, ഗുരുദേവൻ്റെ ജീവചരിത്രം എല്ലാം ഗംഭീരമായിട്ട് പഠിപ്പിക്കും. ഗുരുദേവൻ്റെ ശിഷ്യന്മാർ എല്ലാവരെ കുറിച്ച് പഠിപ്പിക്കും. ഇങ്ങനെ ക്ലാസ് മുന്നോട്ട് പോയി. ക്ലാസ് പടവലങ്ങ പോലെ വളർന്നു. പടവലങ്ങ എങ്ങോട്ടാണ് വളരുന്നത്? ഇങ്ങോട്ടാ, താഴോട്ടാ അല്ലേ? 127 പേരിൽ നിന്ന് 5 പേരായി. അവസാനം പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ പറഞ്ഞു, ഞങ്ങൾ നിർത്തുക, ഈ 5 പേർക്ക് വേണ്ടിയിട്ട് വണ്ടി വെക്കിയിട്ട് എന്തിനാ? പക്ഷേ അപ്പോൾ ഗൾഫിൽ നിന്ന് വിളി വന്നു, ഞങ്ങളിതിനാണോ ഈ കാശെല്ലാം തന്നത്? പ്രസിഡന്റ്, സെക്രട്ടറി ഇപ്പം ക്ലാസ് തുടങ്ങിക്കോണമെന്ന് പറഞ്ഞു. പാവപ്പെട്ട പ്രസിഡന്റും സെക്രട്ടറിയും വീടുകളിൽ കയറി ഇറങ്ങിയപ്പോൾ പിള്ളേരെ ഒന്നും കാണുന്നില്ല. ഒരു ദിവസം അവർ പറയുക, ഒരു പട്ടാളക്കാരൻ, അപ്പൂപ്പൻ പട്ടാളക്കാരനാണ്, ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഗേറ്റ് നമ്മുടെ അങ്ങ് അറ്റത്താണ്. പെരുന്തുരുത്തി ശാഖയിലോട്ട് കയറുന്ന ആ തുടങ്ങുന്ന മതിലിൻ്റെ അവിടത്താണ് ഗേറ്റ്. അവിടെ നിന്ന് ബെല്ലടിച്ചപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പട്ടാളക്കാരനായ മുത്തച്ഛൻ എണീറ്റ് വന്നു. സമയം 11 മണിയാണ്. ഉടനെ ചോദിച്ചു, എന്താ സെക്രട്ടറി പ്രസിഡന്റ് വന്ന പിരിവ് വല്ലതും ആണോ? അല്ല, നമ്മുടെ 2 കുട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഓ ഉണ്ട്. അവരെന്ത്? അവർ ഉറങ്ങുക. അപ്പൂപ്പൻ എണീറ്റത് 11 മണിക്കാണ്. അപ്പോൾ കുട്ടികൾ അവിടെ കിടന്ന് ഉറങ്ങുക, ഞായറാഴ്ച 11 മണിക്കാണ്. ഉടനെ പറഞ്ഞു, അതല്ല, ഞങ്ങളിങ്ങനെ രവിവാര പാഠശാലയിൽ അവർ വരുന്നില്ലല്ലോ, അതിന് വന്നോ? ഓ ഞായറാഴ്ചയൊക്കെ അല്ലേ, അവരവിടെ കിടന്ന് ഉറങ്ങട്ടെ. ഞായറാഴ്ച നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉറങ്ങാനുള്ളതാ. ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, അലസ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ്. അലസ മനസ്സ് എന്താണ്? പറഞ്ഞേ. അലസമായ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുരയാണ്. നമ്മുടെ മനസ്സ് മടി തോന്നിയാൽ അപ്പോൾ ഓർത്തോ, നമ്മൾ ആരായി മാറി? ചെകുത്താനായി മാറി. കേട്ടോ കേസ്. അലസ മനസ്സ് എന്താണ്? ചെകുത്താൻ്റെ പണിപ്പുരയാണ്. അപ്പോൾ കൊണ്ട് അലസതയെ മാറ്റണം. കാരണം നിങ്ങളുടെ പ്രായം ഇങ്ങനെയാണ് അല്ലേ? ഇത് കേട്ടോണ്ടിരിക്കും, ഇതൊക്കെ ഞങ്ങൾ എത്ര കേട്ടത്, ഇതൊക്കെയാണോ ഞങ്ങളുടെ പരിപാടി? എന്താ, ഞങ്ങൾ മൊബൈലിൽ കൊത്തിക്കൊണ്ടിരിക്കേണ്ടവരാ അല്ലേ? ആ മൊബൈലിൽ കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളുടെ ചിന്തകൾ മൊബൈലിൽ കുത്തിക്കൊണ്ട് കഴിയാൻ പ്രാപ്തിയുള്ളവരായിട്ട് നമ്മൾ വളരണം. കാരണം എന്താ, നമ്മുടെ ക്രയശേഷി നമ്മൾ മറ്റാർക്കും വിട്ടുകൊടുക്കും. കാരണം ഇവിടെ ഇരിക്കുന്ന ആരും മോശക്കാരല്ല. ശ്രീനാരായണ ഗുരുദേവൻ നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യജന്മവും നിസ്സാരമല്ല. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഉണ്ടല്ലോ, ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളരാൻ കഴിയുള്ളവരാണ്. അതിനെന്താ ചെയ്യേണ്ടത്? നിരന്തരമായിട്ട് പരിശ്രമിക്കണം. നിരന്തരമായി പരിശ്രമിച്ചാൽ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമുക്ക് വളരാൻ കഴിയും. അതിന് വേണ്ടത് എന്താ? നിരന്തരമായ പരിശ്രമം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അങ്ങനെ ഈ ഞായറാഴ്ചയൊക്കെ അതിനുള്ളത് അവസാനം ഒരു മടുത്തപ്പോഴാണ് ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ 4 ലക്ഷം രൂപ വന്നിട്ട് നിങ്ങൾ ഇതൊക്കെയാണ് പരിപാടി. അവസാനം ഒരു രവിവാര പാഠശാലയുടെ സംഗമം നടത്തി. അപ്പനും അമ്മയൊക്കെ ഉണ്ട്, മക്കളും ഒക്കെ ഉണ്ട്. 100-500 പേര് പങ്കെടുക്കുന്നുണ്ട്. ഞാൻ അവിടുത്തെ എന്നോട് പറയുക, ഒരു കർക്കിടക മാസത്തിലാണ്. അപ്പം എന്നോട് പറഞ്ഞു, ഈ സമ്മാനമൊക്കെ അവർ തന്ന പൈസയ്ക്ക് വാങ്ങിച്ചതാ, ഇത് ഈ കുട്ടികൾക്കൊക്കെ, അവരുടെയൊക്കെ കുട്ടികളാണല്ലോ, അവർക്ക് കൊടുത്തേക്കണം. ഞാൻ എന്താ ചെയ്യേണ്ടത്? വൈകുന്നേരം വരെ മൈക്ക് തന്നേക്കാം, എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചിട്ട് ഈ പിള്ളേർക്ക് ഈ സമ്മാനം എല്ലാം കൊടുത്തേക്കണം. അതാണ് എൻ്റെ പണി. ഫ്രിഡ്ജും TV വരെ ഇരിപ്പുണ്ട് മെമ്പർ സമ്മാനമായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന കുട്ടികളോട് ചോദ്യം ചോദിക്കാൻ ചെറിയ ചോദ്യങ്ങളെ ചോദിക്കാവൂ എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ചോദ്യം ചോദിച്ചു, രാമായണ മാസമല്ലേ എന്ന് പറഞ്ഞ് രാമായണത്തെ തുടങ്ങി. ഞാൻ ചോദിച്ചു, രാമായണത്തിലെ നായകൻ ആരാ? ഉടനെ അവിടെ ഇരുന്നൊരു കുട്ടി അവൻ എണീറ്റ്, അവന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, അവൻ്റെ പേര് സനാതനൻ സനാതനൻ പറഞ്ഞു, രാമായണത്തിലെ നായകൻ ശ്രീരാമചന്ദ്രദേവനാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊടു കയ്യടി എന്ന് പറഞ്ഞു. എല്ലാവരും കയ്യടിച്ചു. അത് കഴിഞ്ഞ് ഞാൻ മറ്റൊരു കുട്ടി, ഏറ്റവും ഫ്രണ്ടിലിരിക്കുന്ന ഒരു കുട്ടിയാണ്, അവളെ കണ്ടപ്പോൾ അവിടെ പേര് ചോദിക്കേണ്ടി വന്നില്ല. എനിക്ക് തോന്നി ഡുണ്ടുമോൾ എന്ന് ഞാൻ അവൾക്ക് സ്വയം അങ്ങ് പേരിട്ടു. അവളോട് ഞാൻ ചോദിച്ചു, മോളെ എണീക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ എണീറ്റു. ഞാൻ ചോദിച്ചു, എൻ്റെ പേരെന്താ? ഉടനെ അവൾ പറയുക, എൻ്റെ പേര് വിലാസിനി എന്നാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നുമോളെ നിൻ്റെ പേരാരാ ഈ വിലാസിനി എന്നിട്ടതാ? ഉടനെ വിലാസിനി മോൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന CBSE സ്കൂളിൽ പഠിക്കുന്ന വിലാസിനി മോൾ എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയുടെ അമ്മമ്മ മരിച്ചുപോയി. അമ്മമ്മയുടെ പേര് ശാശ്വതീകരിക്കുന്നതിനായി എൻ്റെ അച്ഛനും അമ്മയും എടുത്ത തീരുമാനമാണ് അമ്മമ്മയുടെ പേരായ വിലാസിനി എന്നിടുക. എനിക്കൊന്ന് ഭയങ്കര സന്തോഷമായി.
നല്ല കുടുംബത്തിലെ കുട്ടി. കൊടുക്കാൻ പറഞ്ഞു കയ്യടി. എല്ലാവരും കയ്യടിച്ചു. വിലാസിനി മോളോടാണ് അടുത്ത ചോദ്യം കേട്ടോ. വിലാസിനി മോളോട് ഞാൻ ചോദ്യം ചോദിച്ചു, രാമായണത്തിലെ നായിക ആരാണ്? ഉടനെ രാമായണത്തിലെ നായിക നിങ്ങൾക്ക് അറിയോ? അറിയോ മക്കളെ? ആരാ അറിയോ? അപ്പോൾ രാമായണത്തിലെ നായിക ആരാന്ന് ചോദിച്ചപ്പോൾ അവൾ എണീറ്റ് എന്നിട്ട് പറഞ്ഞു, എനിക്കൊന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞു ആലോചിച്ചോ. ആലോചിച്ചിട്ട് അവളൊരു മറുപടി പറഞ്ഞു. എന്താണെന്നറിയാമോ? രാമായണത്തിലെ നായിക നയൻതാരയാണെന്ന് പറഞ്ഞു. കേട്ടോ നയൻതാര? ഞാൻ ചോദിച്ചു അതെന്താ? അപ്പോൾ ആളുകൾ പറഞ്ഞു സീത 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 എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ പൊന്നുമോളെ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു സിനിമ ഈ അടുത്തിടെ കണ്ടു, തെലുങ്കിൽ നിന്ന് ഡംപ് ചെയ്തതാണ്, ശ്രീരാമ വിജയം എന്നാ പേര്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ ശ്രീരാമ വിജയത്തിൽ സീതയായിട്ട് അഭിനയിക്കുന്നത് നയൻതാര. അവൾ സീതയുടെ പേര് മറന്നുപോയി, പക്ഷേ നയൻതാരയെ ഓർമ്മിച്ചു. അതുകൊണ്ട് അവൾ പറഞ്ഞു നയൻതാരയാണ് രാമായണത്തിലെ നായിക എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളിൽ പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യം എന്താ? നമുക്ക് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചോ നമ്മുടെ ചിന്തയെക്കുറിച്ചോ ഒന്നും വേണ്ട രീതിയിലൊരു ഗ്രാഹ്യമില്ല. അപ്പോൾ എന്നിട്ട് അവസാനം ഞാൻ വൈകുന്നേരം കൊണ്ട് ആ സമ്മാനമൊക്കെ അവിടെ കൊടുത്തു തീർക്കാൻ പറ്റ പാട് എനിക്കറിയാം. കാരണം എന്താ? കുട്ടികൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. എവിടെ പോവാ? എവിടെയെങ്കിലും പോകണമെങ്കിൽ ടീച്ചർമാരോട് ചോദിച്ചിട്ടാ പോവുള്ളൂ കേട്ടോ. ആർക്ക് പോകണമെങ്കിലും അവിടെ നിന്ന് അനുവാദം വാങ്ങിക്കണം. കേട്ടല്ലോ, അല്ലാതെ ഒന്നും പോകാൻ പറ്റിയല്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കേണ്ടത്? ഞാൻ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ പറയുന്നത് കാരണം എന്തായാലും ഇവിടെ വന്ന് ഈ ഉത്സവത്തിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടല്ലേ? പായസം ഉണ്ടോ? പായസമില്ല. അപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. റാലി ഉണ്ടല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇതൊക്കെ ഒന്ന് കാണാനല്ല കൗതുകത്തില്ല ഞാൻ. അപ്പം നിങ്ങൾ എന്തായാലും ഇവിടെ വന്നു പെട്ടു. അപ്പം നിങ്ങൾ ഇന്ന് ഈ മഹാഗുരുവിനെ കുറിച്ച് നിങ്ങളിലുള്ള അറിവിൽ നിന്ന് അല്പം കൂടി ഒരു പടി മുകളിലേക്ക് പോകുമെന്ന് തീരുമാനിക്കുക. ആ തീരുമാനിച്ചുകൊണ്ട് പോകണം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആ കൊച്ചു പയ്യനിരുന്ന് അവൻ പറഞ്ഞു, ഫുൾ നെയിം പറഞ്ഞു. കാരണം എന്താ? പേര് പറയുമ്പോൾ പൂർണ്ണമായും നാമധേയം പറയുക, അതൊരു കഴിവ് തന്നെയാണ്. നമ്മൾ പഠിക്കുക. ഇവിടെ വന്നിരിക്കുന്ന ഓരോ നിമിഷവും പുതിയ അറിവുകളിലേക്കുള്ള യാത്രയായിട്ട് നമുക്ക് മാറണം. ഇപ്പം ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെ കുറിച്ചിട്ട് ക്ലാസ് എടുക്കാൻ ഞങ്ങളൊരു ടീം പോയി. ആ ടീമിൽ ഇവിടെ ഈ രവിവാര പാഠശാലയിൽ വന്ന എന്താ ഗുണമെന്ന് ചോദിക്കുന്നില്ലേ? ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഉദാഹരണം പറയാം. ഞാനിപ്പോൾ 30 വർഷമായിട്ട് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട്. 3 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഇന്ത്യയിലെ മുഴുവൻ ഏതാണ്ട് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ പോയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലും പോയി സംസാരിച്ചിട്ടുണ്ട്. 10,000 ശാഖായോഗങ്ങളിൽ പോയി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എവിടുന്ന് തുടങ്ങിയ ആളെന്നറിയാമോ? രവിവാര പാഠശാലയിൽ നിന്ന് തുടങ്ങിയ ആളാണ്. എൻ്റെ അമ്മ നിർബന്ധിച്ചിട്ടാണ് എന്നെ രവിവാര പാഠശാലയിൽ കൊണ്ടിരുത്തിയത്. നിങ്ങളിൽ പലരും ഇന്ന് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എങ്ങനെയാണ് നിങ്ങളിൽ പലരും ഇന്ന് വന്നിരിക്കുന്നതെന്ന് അറിയട്ടെ? ഞാൻ പറയട്ടെ. നിങ്ങളിൽ പലരും ഇന്നിവിടെ വന്നിരിക്കുന്നത്, പണ്ടൊരു പോക്കറിക്ക ഉണ്ടായിരുന്നു. ഈ പോക്കറിക്കയ്ക്ക് 10-75 വയസ്സുണ്ട്. ആ പോക്കറിക്ക ഒരു കുട്ടി കിണറ്റിപ്പോയി. കേട്ടല്ലോ? ഒരു കുട്ടി കിണറ്റിപ്പോയപ്പോൾ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. എല്ലാവരും പറയുന്നുണ്ട്, അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ, കുട്ടി കിണറ്റിപ്പോയേ. ആരും രക്ഷിക്കാൻ വരുന്നില്ല. എല്ലാവരും പോയി ഇരിക്കുക. മൊബൈലുള്ളവരൊക്കെ ലൈവ് ഷോ ഇടുക. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ സെൽഫി എടുത്തിടും, കുട്ടി കിണറ്റിൽ പോകുന്നതിൻ്റെ സെൽഫി അല്ലേ, 100 ലൈക്ക്. ഇപ്പം ഇന്നത്തെ ലോകം അങ്ങനെയൊക്കെയാണ്. നമ്മൾ സഹായിക്കാനല്ല നോക്കുന്നത്, ലൈവ് ഇടാൻ നോക്കും. അപ്പോൾ അല്ലേ, അപകടം ഉണ്ടായാൽ ആരെങ്കിലും കിണറ്റിൽ പോയാൽ നമ്മൾ ലൈവ് ഇടും. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ പോക്കറിക്കയുടെ അടുത്ത് നിൽക്കുന്ന ആരും കിണറ്റിലേക്ക് ഇറങ്ങി കുട്ടിയെ എടുക്കുന്നില്ല. അവസാനം പോക്കറിക്ക കിണറ്റിലേക്ക് ചാടി കുട്ടിയെ രക്ഷിച്ചു. അപ്പോൾ പഞ്ചായത്ത് കൂടി. ഇത് ഏത് പഞ്ചായത്താ? കല്ലറ പഞ്ചായത്ത് അല്ലേ? എന്നാൽ കല്ലറ തന്നെ ആയിക്കോട്ടെ. കല്ലറ പഞ്ചായത്ത് കൂടി പോക്കറിക്കയെ വിളിച്ചിട്ട് ആദരിക്കുക. ഇപ്പം നമ്മുടെ 2 A+ കിട്ടിയ കുട്ടികളെ ആദരിച്ചില്ലേ അല്ലേ? A+ കിട്ടിയ ഒരു കുട്ടിയോട് പ്രസിഡന്റ് പറയുന്ന കേട്ട് മോനെ വിളിച്ചിട്ടല്ലേ അടുത്ത ഞായറാഴ്ച തൊട്ട് വരണമെന്ന്. മോൻ്റെ പേരെന്തുവാ? മോനിങ്ങോ എന്തോ? കൃഷ്ണദേവ് വരുമോ? അടുത്ത ആഴ്ച തൊട്ട് വരുമോ? പറഞ്ഞേ, വരുമോ? പറഞ്ഞേ. ഞാൻ അടുത്ത ഞായറാഴ്ച മുതൽ
രവിവാര പാഠശാലയിൽ വരുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കേട്ടല്ലോ? ഒരു കയ്യടി കൊടുത്തേ. നിങ്ങളെല്ലാം സാക്ഷിയാ. അദ്ദേഹം വരുമെന്ന് അടുത്ത ഞായറാഴ്ച തൊട്ട്. കേട്ടല്ലോ? അപ്പോൾ പറഞ്ഞു അല്ലേ? അപ്പോൾ അവരെ ഷാളിട്ട് ആദരിച്ചു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പോക്കറയ്ക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, കല്ലറ പഞ്ചായത്ത് പ്രസിഡന്റ് ഷാളിട്ട് ആദരിച്ചു. അത് കഴിഞ്ഞിട്ട് ഷീൽഡ് കൊടുത്തു. നമ്മുടെ 2 കുട്ടികൾക്കും കൊടുത്ത പോലെ ഷീൽഡൊക്കെ കൊടുത്ത് പഞ്ചായത്തിൻ്റെ അംഗീകാരമൊക്കെ കൊടുത്തു. അപ്പോൾ ഈ പോക്കറയ്ക്ക് ചെവിയൊന്നും കേൾക്കുകയില്ല, കണ്ണും വലിയ രീതി കാണത്തില്ല. അവസാനം മൈക്ക് എടുത്തുകൊണ്ട് കൊടുത്തു. പോക്കറയ്ക്ക് കാര്യമൊക്കെ ഇഷ്ടപ്പെട്ടു. കുട്ടിയെ രക്ഷിച്ചു. കുട്ടീനെ ബാക്കി എല്ലാവരുടെ കൂട്ടിയാണ് പൊക്കിയെടുത്തത്. അപ്പോൾ പോക്കറയ്ക്ക് പ്രസംഗിച്ച് എന്താണെന്നറിയാമോ? എനിക്കൊരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങളോടൊക്കെ പറയാനും ചോദിക്കാനും ഉള്ളത്. എന്നെ ആരാ കിണറ്റിലേക്ക് തള്ളിയിട്ടതാ? പോക്കറിക്ക ചാടിയതൊന്നും അല്ലായിരുന്നു, ആരാണ്ട് പിടിച്ചൊരു ഒറ്റ തള്ള്. അങ്ങനെയാണ് കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ആര് പോയത്? പോക്കറിക്ക പോയത് എന്ന് പറഞ്ഞതുപോലെയല്ലേ ഇവിടെ വന്നിരിക്കുന്ന പലരും വന്നത് അല്ലേ? അങ്ങോട്ട് ചെല്ലടാ, അവിടെ അല്ലേ ഇന്ന് ആ പെരുന്തുരുത്തി ശാഖയിൽ പരിപാടിയുണ്ട്, പോയിരിക്കടാ അവിടെ അല്ലേ? അങ്ങനെ വന്ന് എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ടാ? ഒരു സംശയമില്ല, ഈ പോക്കറിക്കയെ പോലെ. പക്ഷേ മടങ്ങുന്നത് പോക്കറിക്കയെ പോലെ ആവരുത്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിക്കും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ, എൻ്റെ ഏത് പ്രതിസന്ധിയും അതിജീവിക്കുവാനുള്ള കരുത്ത് ശ്രീനാരായണ ഗുരുദേവനെ പഠിക്കുമ്പോൾ, ഗുരുദേവന്റെ ശിഷ്യന്മാരെ പഠിക്കുമ്പോൾ എനിക്കുണ്ടാവും. അത് നേടിയിട്ട് ഞാൻ ഈ മണ്ണിൽ നിന്ന് മടങ്ങുമെന്ന് ഉഗ്ര ശപഥം ചെയ്തുകൊണ്ട് വേണം ഇവിടെ നിന്ന് മടങ്ങാൻ. കേട്ടോ? ആർ യു റെഡി? ആർ യു റെഡി? ഒച്ചത്തി പറഞ്ഞേ, ആർ യു റെഡി? ആയിരിക്കുന്ന വിദ്വാന്മാരൊന്നും മിണ്ടുന്നില്ലല്ലോ. ആർ യു റെഡി? മക്കളെ ചുണ്ടും നനക്ക്. നീ ഷാരൂഖ് ഖാനെ പോലെ സുന്ദരനാണല്ലോ, ഒന്ന് അനക്കിക്കേ. അപ്പോ ഇവിടെ ഇരിക്കുന്നതിൽ പെൺകുട്ടികൾ എത്ര പേരുണ്ടോ? ഒന്ന് കൈ പൊക്കിക്ക കാണട്ടെ. കൈ താത്തിയിട്ടല്ലേ. ആൺകുട്ടികൾ എത്ര പേരുണ്ടോ? കൈ പൊക്കിക്കേ കാണട്ടെ. താത്തട്ടെ. ഏതാണ്ട് ബലാബലമാണ്. ഇരുന്നാട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ പെരുന്തുരുത്തി വന്നല്ലോ. ഞാനൊരു പാട്ട് പാടാൻ പോവാ. എല്ലാവരും ഏറ്റുകൊള്ളണം കേട്ടോ. ആർ യു റെഡി? യെസ്. ഒന്നാണ്, എല്ലാവരും ചോദിക്കുക, ഒന്നാണ് നമ്മൾ സഹോദരന്മാർ. ഒച്ചത്തിൽ ചൊല്ലിക്കുക. ഒന്നാണ് നമ്മൾ സഹോദരന്മാർ. ഒന്നാണ് നമ്മൾ സഹോദരിമാർ. പഠിച്ചോ? ഒന്നാണ് നമ്മൾ സഹോദരന്മാർ. ഒന്നാണ് നമ്മൾ സഹോദരിമാർ. പഠിച്ചോ? ഗുരുദേവധർമ്മത്തിൻ, അതിന് പറയുമ്പോൾ ഒരു ഒച്ച കുറവ്. ഗുരുദേവധർമ്മത്തിൻ മക്കൾ നമ്മൾ. പഠിച്ചോ? ഗുരുദേവധർമ്മത്തിൻ മക്കൾ നമ്മൾ. ഒരുമയോട് ഈ മണ്ണിൽ ഉത്സുകരായി ഓരോ ദിനത്തിലും ഒന്നു ചേരാം. ഓരോ ഞായറാഴ്ചയും ഒന്നു ചേരാം. അപ്പം ഇതാണ് നമ്മുടെ പാട്ട്. കേട്ടല്ലോ? ഇനി നമ്മളെല്ലാവരും ഒന്നിച്ച് എല്ലാം പോവാം. കേട്ടല്ലോ? ഒന്നിച്ച് ചെല്ലുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മസിലൊക്കെ വിട്ട് നേരെ ഇരുന്നേ, കൈയെടുത്ത് കൈയടിച്ചുകൊണ്ട് വേണം കേട്ടോ. ഞാൻ ചൊല്ലും, ഏറ്റു ചൊല്ലിക്കണം കേട്ടോ. നല്ല പാട്ടുകാരും വല്ലതും ഉണ്ടോ ഇവിടെ? പാട്ട് പാടുന്നവരുണ്ടോ? ഉണ്ടോ? വൈസ് പ്രസിഡന്റ് ഉണ്ടോ? സാറേ ഒന്ന് ചൊല്ലിക്കൊടുക്കാവോ? വാ. നല്ല പ്രാസംഗികനൊക്കെ എനിക്കറിയാം. ആ മൈക്ക് എടുത്തേ സാറേ, ഒന്ന് കൂടിക്കേ. കണ്ടേ? എന്തായാലും ഞാനൊന്ന് ചൊല്ലാം. എല്ലാവരും കൈയെടുത്തേ. ഒന്നാണു നമ്മൾ സഹോദരന്മാർ. കൈ ഇങ്ങനെ പൊക്കിക്കേ. ഒന്നാണു നമ്മൾ സഹോദരന്മാർ. എൻ്റെ മക്കളെ ആണ്ട യൂത്ത് മൂവ്മെന്റ് പിള്ളേർ കൈ പൊക്കിക്കണം. നിങ്ങൾ കൈ പൊക്കിക്കേ, മസിലൊക്കെ വിട്ടേ. ഒന്നാണു നമ്മൾ സഹോദരന്മാർ. ഒന്നാണു നമ്മൾ സഹോദരിമാർ. ഗുരുദേവധർമ്മത്തിൻ മക്കൾ നമ്മൾ.
ഒരുമയോടി മണ്ണിൽ ഉത്സുകരായി, ഈ മണ്ണിൽ ഉത്സുകരായി ഓരോ ദിനത്തിലും ഒന്നു ചേരാം. ഓരോ ഞായറാഴ്ചയും ഒന്നു ചേരാം. ഒന്നാണു നമ്മൾ സഹോദരന്മാർ. ഒച്ചത്തില ഇതിൽ സഹോദരന്മാർക്കാണോ രണ്ടുപേര് എണ്ണം നോക്കിയപ്പോൾ ഒരുപോലെ ആയിരുന്നത്? ഇതിൽ ആർക്കാ കരുത്തെന്ന് ഇപ്പം അറിയണം. പ്രസിഡന്റ് പറയും ഉത്തരം കേട്ടല്ലോ. ഇനി സഹോദരിമാർ മാത്രം ചൊല്ലിയാൽ മതി, പെൺകുട്ടികൾ മാത്രം കേട്ടോ. ആരാണ് കരുത്തെന്നറിയാനോ നല്ല ശബ്ദത്തിൽ ചൊല്ലിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ആൺകുട്ടികൾ. ഒന്നാണ് നമ്മൾ സഹോദരിമാർ. ഒറ്റ കേട്ടോ മക്കളെ. ഇനി ആൺകുട്ടികൾ കേട്ടോ. ഒന്നാണ് നമ്മൾ സഹോദരന്മാർ. രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നല്ലേ, മോശമൊന്നുമല്ല അല്ലേ? അപ്പൊ ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലിക്കോ. കൈയടിച്ച് കൈയെല്ലാം പൊക്കിക്കേ, കൈയെല്ലാം പൊക്കോ. ഒന്നാണു നമ്മൾ സഹോദരന്മാർ. ഒന്നാണു നമ്മൾ സഹോദരിമാർ. ഗുരുദേവധർമ്മത്തിൻ മക്കൾ നമ്മൾ. ഒരുമയോടി മണ്ണിൽ ഉത്സുകരായി ഓരോ ദിനത്തിലും ഒന്നു ചേരാം. തൽക്കാലം നിൽക്കട്ടെ. ഓരോ ഞായറാഴ്ചയും വരണമെന്നാ പറഞ്ഞത് കേട്ടോ. ഇവിടെ ഇരുന്ന് ചൊല്ലിക്കണ്ട, ഗുരുവിൻ്റെ മണ്ണിലിരുന്ന് ചൊല്ലിയിട്ട് പോവാ. നിങ്ങൾ വരണം കേട്ടല്ലോ. നമ്മളെല്ലാം ഒന്നാ. ആ നമ്മളെ ഒരുമിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ആ ഗുരു നിങ്ങളാരും മോശക്കാരല്ല അല്ലേ? ഞാൻ പറഞ്ഞു വരുന്നതാ, ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ പഠിച്ചാൽ ജീവിതത്തിൽ എന്ത് വിജയം ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഏതാണ്ട് 5ാം ക്ലാസ് മുതൽ ഡിഗ്രി ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു ക്ലാസ് സംഘടിപ്പിച്ചു. 2 വർഷം. ആ ക്ലാസ്സിൽ ആദ്യം തൊട്ട് വന്ന കുട്ടികളാണ്. ഏതാണ്ട് 54 കുട്ടികളുണ്ട് അവസാനം. ആ 54 കുട്ടികളുടെ ഒരു PTA മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചു. ഏതാ 2 വർഷമാകുന്ന സമയത്ത് ആ 54 പേരുടെ PTA മീറ്റിംഗ് വിളിച്ചപ്പോൾ 54 + 54 54 അച്ഛന്മാരും 54 അമ്മമാരും പുറകിലിരിക്കുന്നു. 54 കുട്ടികൾ ഫ്രണ്ടിലിരിക്കുക. ഇവർക്ക് ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികളും ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരെയും പഠിപ്പിച്ചപ്പോൾ എന്തു മാറ്റമുണ്ടായി എന്ന് ഞങ്ങൾ മാതാപിതാക്കളെ കാണിക്കാൻ വേണ്ടിയാണ് സംഗമം വിളിച്ചിരിക്കുന്നത്. ആ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ ഒരു കുട്ടിയെ ഞങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ചു. നിങ്ങളെപ്പോലെ ഒരു കുട്ടി, ഞാൻ പറഞ്ഞല്ലോ 30 വർഷം മുമ്പ് നിങ്ങളെപ്പോലെ ഈ കസേരയിൽ വന്നിരുന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. കേരളം മുഴുവൻ പോയിട്ട് രവിവാര പാഠശാലയിൽ പഠിപ്പിക്കുവാൻ ഗുരുദേവൻ അനുവാദം നൽകി. എന്തിനറിയുമോ? ഒരൊറ്റ തീരുമാനം, യോഗ്യത കൊണ്ടല്ല, ഞാൻ പഠിപ്പിക്കും, എനിക്ക് ഗുരുവിനെ അറിയണമെന്നുള്ള ഒരൊറ്റ വിചാരം എൻ്റെ ഹൃദയത്തിലുണ്ടായപ്പോഴാണ് ഈ പറഞ്ഞ ലോകം മുഴുവൻ സഞ്ചരിക്കുവാൻ ഗുരുദേവൻ എന്നെ അനുവദിച്ചത്. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, ഗുരുദേവന് മുമ്പിലേക്ക് നിങ്ങളൊന്ന് സമർപ്പിച്ചാൽ മതി, ഗുരു നിങ്ങളുടെ കൂടെ ഉണ്ടാവും മക്കളെ. അതുകൊണ്ട് ഈ ഗുരുവിനെ ഹൃദയത്തോട് ചേർത്ത് വെക്കണം നമ്മൾ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ കുട്ടികളെ വിളിച്ചു. അതിൻ്റെ അകത്തൊരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു. ആ കുട്ടിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ 18, അതായത് 2 വർഷം മുമ്പ് 18 ക്ലാസ്സാണ് ഞങ്ങൾ എടുത്തത്. ആ 18 ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ആദ്യം വന്നപ്പോൾ ഈ കുട്ടിയുടെ അമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? എൻ്റെ പൊന്ന് സാറേ, ഇവളെ സ്റ്റേജിൽ കയറ്റരുത്, ഇവളോട് പ്രസംഗിക്കാൻ പറയരുത്. എന്താണെന്നറിയാമോ? പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കൽ സ്കൂളിൽ വെച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടീച്ചർ മൈക്ക് കൊടുത്തു ഇവിടെ കയ്യിൽ, ബോധം കെട്ടങ്ങ് വീണു. 2 ദിവസം ആശുപത്രി കൊടുത്തു, കിടന്നു. എന്താ? മൈക്ക് കൈ പിടിച്ചപ്പോൾ 2 ദിവസം ആശുപത്രി കിടന്നവള. അവള് 18 മാസത്തെ ക്ലാസ് കഴിഞ്ഞ് 2 വർഷം ആകാറായി. ഞങ്ങളുടെ ആ യോഗത്തിൽ വന്നപ്പോൾ ആ യോഗത്തെ നയിക്കുന്നത് ഈ കുട്ടിയാണ്. 2 വർഷം മുമ്പ് ആ ക്ലാസ്സിലേക്ക് വരുമ്പോൾ മൈക്ക് ആളുകളെ കണ്ടാൽ പേടിച്ചു വിറച്ചിരുന്നവള്, ബോധം കെടുന്നവള്,
അവളാണ് ക്ലാസ്സിൽ നയിക്കുന്നത്. അവൾ ഇന്ന് കേരളം അറിയപ്പെടുന്ന പ്രാസംഗികയാണ്. നിങ്ങൾക്കൊക്കെ ഒരു പക്ഷേ അറിയാം, ഞാൻ അവിടെ പേര് പറയുന്നില്ല, കാരണം അത് ശരിയല്ലാത്തത് കൊണ്ടാണ്. അവള് അവിടെ വന്നിട്ട് മൈക്ക് എടുത്തുകൊണ്ട് നിൽക്കുക. അവിടെ അടുത്തേക്ക് ചെന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, മക്കളെ ഈ മൊബൈൽ ഫോൺ കണ്ടോ? ഒരു മൊബൈൽ ഫോൺ കയ്യിലോട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഈ മൊബൈൽ ഫോൺ ഒന്നിനും കൊള്ളില്ല, വർക്ക് ചെയ്യുന്നതല്ല, പക്ഷേ നീ എന്തെങ്കിലും പറഞ്ഞിട്ട് ഈ മൊബൈൽ ഫോൺ ഒന്ന് വിറ്റ് തരണം. 2 വർഷം മുമ്പ് മൈക്കോ സദസ്സോ 4 ആള് കൂടുന്നതോ കണ്ട പേടിച്ച് വിറച്ചുന്നവള് സ്റ്റേജിൽ നിന്നുകൊണ്ട് ആ ഇരുന്ന 54 അമ്മമാരോടും 54 അച്ഛന്മാരോടും പറഞ്ഞു, ഈ മൊബൈലിൻ്റെ ഗുണഗണങ്ങളും ഒക്കെ പറഞ്ഞിട്ട് വിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് 500 രൂപയ്ക്ക് വിറ്റ് തരണമെന്നാണ്. അവൾ അത് 1000 രൂപയ്ക്ക് വിറ്റ് തന്നു. ഒരമ്മ പറഞ്ഞു, ഞാനിത് വാങ്ങിച്ചോളാം, പക്ഷെ എൻ്റെ ഇപ്പം പൈസ ഇല്ല, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞു. കരാർ ഉറപ്പിച്ചു. ഉടനെ ഞങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചു, നീ എന്ത് മോശമാ മക്കളെ ചെയ്തതാ? നീ കള്ളത്തരങ്ങളല്ലേ പറഞ്ഞത്? ഗുരുദേവൻ്റെ ഈ മഹാപ്രസ്ഥാനത്തിൽ വന്ന് കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടല്ലേ നീ മൊബൈൽ വിട്ടതാ? അവൾ ഇങ്ങനെ ഒന്ന് പതറി നിന്നു. പക്ഷേ അവിടെ ഇരുന്നൊരു കുട്ടി ചോടി എണീറ്റിട്ട് പറഞ്ഞെന്താണെന്നറിയാമോ? ആസുരം ലോകമെന്നുണ്ട് കൂരിട്ടാലതാവൃതം, മോഹമാത്മഹന്താക്കൾ പോകുന്നു മൃതരായതിൽ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കുട്ടികള്? ശ്രീനാരായണ ഗുരുദേവൻ ഒരൊറ്റ ഉപനിഷത്തിനെ പരിഭാഷ ചെയ്തിട്ടുള്ളൂ. അത് ഈശാവാസ്യ ഉപനിഷത്താ. അതിൻ്റെ തുടക്കത്തിൽ ഗുരുദേവൻ പഠിപ്പിക്കുന്നതാണ് ആസുരം ലോകമെന്നുണ്ട് കൂരിട്ടാലതാവൃതം. അല്ലേ? ഈ കുട്ടി പാടി എന്താണെന്നറിയാമോ? എന്നിട്ട് ആ കുട്ടി പറഞ്ഞെന്താണെന്നറിയാമോ? രക്ഷകർത്താക്കൾക്കൊന്നും മനസ്സിലായില്ല. ആ കുട്ടി എണീറ്റ് വന്നിട്ട് പറഞ്ഞു, ഈ ലോകം എന്ന് പറഞ്ഞ ഇങ്ങനെയൊക്കെയാ. ഇവിടെ കള്ളമുണ്ട്, ചതിയുണ്ട്, ചതിയന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അല്ലേ? ഇവിടെ രാസലഹരി ഉണ്ട്, കള്ളുകുടിയുണ്ട്, എല്ലാം ഉണ്ട്, കള്ളന്മാരൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ ലോകത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഈ ലോകത്തിൽ നിന്നുകൊണ്ട് ഇതിനെ അതിജീവിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു കള്ള മൊബൈൽ നാടകമായി ഇവിടെ അരങ്ങേറിയെന്ന് പറഞ്ഞപ്പോൾ 54+54 അച്ഛനും അമ്മയും പുറകെ ഇരുന്ന് കൈയടിച്ചു. കാരണം എന്താ? ഏത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കരുത്ത് ഞങ്ങളുടെ മക്കൾക്ക് കിട്ടി. എന്ത് പഠിച്ചപ്പോ? ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ പഠിച്ചപ്പോ, ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരെ പഠിച്ചപ്പോ വലിയ മാറ്റം ആ മക്കളിൽ ഉണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, ഗുരുദേവന്റെ 5 കൃതി പറയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? എണീറ്റ് നിന്നാൽ മതി. 5 ഗുരുദേവന്റെ കൃതികൾ പറയണം. ആണ്ട സുജാത ടീച്ചർ പറയുന്നത് ഞാൻ എന്തിനും റെഡിയെന്നാ. മക്കൾ ആരെങ്കിലും പറയുമോ? എനിക്ക് മക്കളിൽ നിന്നാണ് കേൾക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന 20 വയസ്സ് വരെയുള്ള കുട്ടികളോടാണ് എൻ്റെ ചോദ്യം. ഇല്ല, ഞാൻ അഖിലിനോട് ചോദിച്ചേനെ, അഖിൽ പറഞ്ഞതിന് മറുപടി. അപ്പം കേട്ടോ, പറഞ്ഞേ അഖിലേ, നിങ്ങളുടെ യൂത്ത് മൂവ്മെന്റിനെ കുറിച്ച് ഞാൻ എവിടെയെല്ലാം പോയി സംസാരിച്ചറിയാമോ? കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ പോയി സംസാരിച്ചു കേട്ടോ. കോയമ്പത്തൂരിലെ യൂത്ത് മൂവ്മെന്റുകാര് അവരുടെ മുമ്പിൽ കേട്ടോ. ഞാൻ പെരുന്തുരുത്തിയിലെ യൂത്ത് മൂവ്മെന്റിനെ കുറിച്ച് സ്വന്തമായിട്ട് ഓഫീസുള്ള ഇവരുടെയൊക്കെ കാരുണ്യമാണ്. പക്ഷേ സ്വന്തമായിട്ട് ഓഫീസുള്ള ഈ യൂത്ത് മൂവ്മെന്റ് പറഞ്ഞ എത്രയോ ആളുകൾ സ്വന്തമായിട്ട് ഓഫീസ് പണി കൊടുക്കാമെന്ന് ശാഖക്കാർ പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? കാരണം നിങ്ങളുടെ പെരുന്തുരുത്തിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും എനിക്ക് നൽകുന്നത് അറിവാണ്. നിങ്ങളെല്ലാം എൻ്റെ അധ്യാപകരാണ്. ആ അധ്യാപനത്തിൽ നിന്ന് അറിവും പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അത് ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് പെരുന്തുരുത്തി പലപ്പോഴും എൻ്റെ പ്രസംഗത്തിൽ കടന്നു വരാറുമുണ്ട്. അപ്പോൾ ആ പെരുന്തുരുത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ഗുരുദേവന്റെ 5 കൃതികൾ പേര് പറയാൻ ധൈര്യമുള്ളവർ കയറി വരും. എങ്ങോട്ട് വരണം? ഈ സ്റ്റേജിൻ്റെ അടുത്തേക്ക്. ആരെങ്കിലും വരാമോ? പേടിക്കണ്ട. കാരണം പേടിയൊന്നും നമുക്ക് വേണ്ട. കാരണം മുമ്പിലോട്ട് വരിക. തെറ്റുകളിൽ നിന്നുമാണ് ശരി ഉണ്ടാവുന്നത്. ഒരു 5 കൃതികളുടെ പേര് പറയാവോ? ആരും വരുന്നില്ല. വരാമോ മോളെ? ഓടിവാ. ഭാഗ്യശ്രീ വാ. അനന്യ വാ. വാ. ദൈവം ആണ്ടാ മൈക്കെടുത്ത. മതി. ഒരു കൈകൊടി കൊടുക്കും മാഷന്മാരെ. ഒരെണ്ണോടെ പറഞ്ഞു നോക്കിയേ, ആലോചിച്ച്. മതി. ഒരു കൈയടി കൊടുത്ത് 4 പറഞ്ഞല്ലോ. ഇതിൽ കൂടുതൽ പറയാൻ കഴിയുന്നവർ അവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മൾ വരില്ല, നമ്മൾ വലിയ അഭിമാനികളാണ് അല്ലേ? പക്ഷേ
അവസരങ്ങൾ ഉപയോഗിക്കണം. ഭാഗ്യശ്രീ അല്ലേ? അർച്ചന, അക്ഷര രതീഷ് അല്ലേ? അക്ഷര രതീഷ് വന്നല്ലോ 4ാം ക്ലാസ്സിലല്ലേ? 5ാം ക്ലാസ്സിലേക്ക്. 5 കൊണ്ടോ 4 എന്ന് പറഞ്ഞപ്പോൾ ഞാൻ 5ലായിരുന്നു അല്ലേ? അപ്പോൾ 5ാം ക്ലാസ് കിട്ടി. കാരണം അച്ഛനെ ഭാവിയിൽ മിടുക്കിയായിട്ട് വരും, കണ്ടോണം. അപ്പോൾ നമ്മൾ കണ്ടോ 4 കൃതികൾ പറഞ്ഞല്ലേ? ഗുരുവിൻ്റെ കൃതികൾക്കൊരു മാന്ത്രികതയുണ്ട്. എന്താ മാന്ത്രികത എന്ന് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയാം. ഇതുപോലെ നിങ്ങളുടെ കസേരയിൽ വന്നിരുന്ന പണ്ടൊരു കുട്ടിയെ എനിക്കറിയാം. ആ കുട്ടിയുടെ പേര് കേട്ടാൽ നിങ്ങളിൽ പലർക്കും അറിയാം. ആ കുട്ടിയുടെ പേരെന്താണെന്നറിയാമോ? ശിഖ സുരേന്ദ്രൻ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അത് തന്നെ, IAS. ഇതുപോലെ ഞാൻ പോയി പ്രസംഗിക്കുമ്പോൾ കസേരയിരുന്ന ആളുടെ പേരാ ശിഖ സുരേന്ദ്രൻ. നിങ്ങളെപ്പോലെ നിങ്ങൾക്ക് ശിഖ സുരേന്ദ്രനേക്കാൾ വളരാൻ കഴിയും. കാര്യം എന്താണെന്നറിയാമോ? ശിഖ സുരേന്ദ്രൻ്റെ അച്ഛനും അമ്മയും പാവപ്പെട്ടവരായിരുന്നു. അവർക്ക് കയ്യിൽ പണമുണ്ടായിരുന്നില്ല. ശിഖ സുരേന്ദ്രന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ലോകത്തിൻ്റെ നെറുകയിലേക്ക് വളരണമെന്ന്. അതിന് കയ്യിലൊരു ആയുധമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? ശ്രീനാരായണ ഗുരുദേവൻ. ഗുരുദേവൻ്റെ കൃതികൾ ഇതുപോലെ ക്ലാസ്സിൽ വന്ന് പഠിച്ച ശാഖയിലെ കുമാരി സംഘത്തിൻ്റെ പ്രസിഡൻ്റായി, യൂണിയൻ്റെ കുമാരി സംഘത്തിൻ്റെ പ്രസിഡൻ്റായി ശിഖ സുരേന്ദ്രന്. അങ്ങനെ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടി, എൻട്രൻസ് ഒക്കെ എഴുതി. ആ എൻട്രൻസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് ശിഖ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് പോയി. സർക്കാരിൻ്റെ സൗജന്യമായി പഠിപ്പിക്കുന്ന കോച്ചിങ് സെൻ്ററുണ്ട്. അവിടേക്ക് ചെന്നപ്പോഴാണ് ശിഖ സുരേന്ദ്രന് മനസ്സിലായത്, എൻ്റെ ഈ ബുദ്ധിയും എൻ്റെ ഈ പണവും ഒന്നും വെച്ചിട്ട് IAS ആകാൻ കഴിയില്ല. അവസാനം വിഷമിച്ചിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു, അച്ഛാ അമ്മേ നമുക്ക് മടങ്ങാം, വീട് എറണാകുളത്താണ്, നമുക്ക് പോവാം. എന്താ, എനിക്ക് IAS ഒന്നും ആകാൻ കഴിയില്ല. പക്ഷേ ഞാനിവിടെ വന്നത് ഗുരുദേവനെ പ്രാർത്ഥിച്ചിട്ടാണ്. ആ ഗുരുദേവൻ്റെ മഹാസമാധിയാണ് ശിവഗിരി അല്ലേ? ശിവഗിരി പോയിട്ടുള്ളവരൊന്ന് കൈപൊക്കിക്കേ കാണട്ടെ. പോകാത്തവരുണ്ടോ? മക്കളെ നിങ്ങളൊന്നും പോയിട്ടില്ലേ? ഒന്ന് കൈപൊക്കിക്കേ. പലരും കുനിഞ്ഞിരിക്കുന്നല്ലോ. മക്കളെ നേരെ ഇരിക്കും. ഇവിടെ വന്നിരുന്നതല്ലേ, നേരെ ഇരുന്നേ. അഖിലേ, എന്താ ഇവരുടെ പ്രശ്നം? അവിടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അമ്മമാരെന്താ ഒരു ചെറിയൊരു ഇരുന്നാട്ടെ. ആ ശിവഗിരി ഉണ്ടല്ലോ, അമ്മേ ശ്രദ്ധിക്കണേ ഞാൻ പറയുന്നത്. അമ്മേ, അച്ഛ, ഞാൻ ഇവിടെ വന്നത് ഗുരുദേവനോട് പ്രാർത്ഥിച്ചിട്ടാ. നമുക്ക് പോയിട്ടാ ഗുരുദേവനെ കാണാം. എവിടെ പോയിട്ടാ? ശിവഗിരി പോയിട്ട്. നമ്മുടെ സുജാത ടീച്ചർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ, ശാരദാഷ്ടകം ചൊല്ലിയല്ലേ? വ്യാപ്യവാങ്മമി ഇതം ജഗസ്ഥിത വ്യാതനോതു മമ ദേവതാശ്രയം കാപികസ്ത പരിവാദിനീകള കാകിളീലയ കലാ കുതൂഹല സ്വാത്വികീ ഗുണവിലാസ ചിത്രിത യാത്മന പരമപാപിനീ കല സാ ശിവാനി വിദതാതു ശാരദ ശാരദേന്ദു കിരണോജ്വലാകൃതി. ഗുരുദേവനെ കുറിച്ച് എഴുതിയത് ആര്? കുമാരനാശാൻ എഴുതിയതാ. അതിലെ അവസാനത്തെ വരിയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. എല്ലാവരും ചൊല്ലിക്കേ, ജയനാരായണ ഗുരുപ്രിയേ. ചൊല്ലിക്കേ മക്കളെ, നിങ്ങൾ ചൊല്ലിക്കേ. രാവിലെ എണീറ്റ് പുസ്തകം തുറക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചേ, ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ. അത്രയും മതി. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, നമ്മൾ എണീക്കേണ്ടത് സൂര്യോദയത്തിന് മുമ്പാണ്. ആ സൂര്യോദയത്തിന് മുമ്പ് എണീറ്റ് കയ്യും കാലുമൊക്കെ കഴുകി, മുഖം കഴുകി, പഠന പുസ്തകം എടുത്തിട്ട് ആദ്യം വായിക്കുക. ഗുരുദേവനെ നമസ്കരിച്ചിട്ട് ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ എന്ന് പ്രാർത്ഥിച്ചിട്ടൊന്ന് തുടങ്ങുക. വല്ലാത്തൊരു എനർജി ഉണ്ടാകും. ഇതുപോലെ കസേരയിൽ ഇരുന്ന ശിഖ സുരേന്ദ്രൻ നമ്മളെ പഠിപ്പിച്ചതാ. ആ ശിഖ സുരേന്ദ്രൻ ശിവഗിരി പോയി അപ്പനെയും അമ്മയും കൂട്ടിയിട്ട്. എന്നിട്ട് ശാരദാ മണ്ഡപത്തിൽ പോയി. ശിവഗിരി ആദ്യം ചെല്ലുമ്പോൾ ശാരദാദേവിയെ കാണുകയല്ലേ? അവിടെ നിന്നൊരു പ്രാർത്ഥനയൊല്ലി. ഏതാണെന്നറിയാം പ്രാർത്ഥന? ആ പ്രാർത്ഥനയുടെ പേര് ജനനി നവരത്നമഞ്ജരി എന്നായിരുന്നു. ജനനി നവരത്നമഞ്ജരി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാം ഉണ്ട്. സുജാത ടീച്ചറിനെ വിട്ടുകൊടുത്തേക്കുക. ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ മിണ്ടിക്കേ മക്കളെ. ഒന്നായ മാമതയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന്
അന്നാദിയിൽ പ്രിയമുയർന്നാടെല്ലാം കടലിൽ ഒന്നായി വീണുവലയും എന്നാശയം ഗതി പെറുന്നാദ ഭൂമിയിൽ അമർന്നാഭിരാപ പടരും ചിന്നാഭിയിൽ ത്രിപുടി എന്നാണറുമ്പടി കലർന്നാറിടുന്നു ജനനീ. ദാ ഇങ്ങനെ നിങ്ങളുടെ സീറ്റിലിരുന്ന ശിഖാ സുരേന്ദ്രന് അവിടെ പോയിട്ട് ശാരദാമ്മയോട് പ്രാർത്ഥിച്ചോ. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല അമ്മേ, അനുവാദം നൽകണം, എന്താ മടങ്ങിപ്പോവാൻ. എന്നിട്ട് ശിവഗിരി ചെന്നോ, മഹാസമാധി പീഠത്തിൽ നിന്ന് ഗുരുദേവന്റെ മുന്നിൽ നിന്നുകൊണ്ടും ചൊല്ലി. ഗുരുദേവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട 2 പ്രതിഷ്ഠയാണ്. ഒന്ന് 1888 അരിയൂപ്പുറത്തെ ശിവപ്രതിഷ്ഠ, മറ്റൊന്ന് ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നുമുള്ള പ്രതിഷ്ഠയാണ് ശാരദാദേവി. ആ ശാരദയ്ക്ക് വേണ്ടിയിട്ട് മഹാഗുരുവിന്റെ ഹൃദയത്തിൽ നിന്നുമുണ്ടായ പ്രാർത്ഥനയാണ് ജനനി നവരത്ന മഞ്ജരി. എല്ലാ കുട്ടികളും പഠിക്കണം, നിർബന്ധമായിട്ടും അറിയാത്തവർ ഇന്നു തൊട്ട് പഠിച്ചു തുടങ്ങണം. രാവിലെ പഠിക്കാനിരിക്കുമ്പോൾ ആദ്യം ചൊല്ലേണ്ട പ്രാർത്ഥന ഈ ജനനി നവരത്ന മഞ്ജരിയ. ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ എന്ന് ചൊല്ലിയിട്ട് ജനനി നവരത്ന മഞ്ജരി ചൊല്ലിയിട്ട് പഠിക്കാൻ തുടങ്ങുക. ദാ അങ്ങ് മഹാസമാധിയിൽ നിന്നുകൊണ്ട് ജനനി നവരത്ന മഞ്ജരി ചൊല്ലിയിട്ട് ശിഖാ സുരേന്ദ്രൻ അച്ഛനെ അമ്മയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞ എന്താണെന്നറിയാമോ? അച്ഛ അമ്മേ, ഇനി IAS ആയിട്ട് നമ്മൾ തിരുവനന്തപുരത്തുനിന്ന് മടങ്ങുമെന്ന്. ആര് കൊടുത്ത പവറാ? ഗുരു കൊടുത്ത പവറാ, ശാരദാമ്മ കൊടുത്ത പവറാ. ഇത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഈ ഗുരുവിന്റെ മുമ്പിലേക്ക് മനസ്സൊന്ന് സമർപ്പിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൽകും ഇത്. ആ ശിഖാ സുരേന്ദ്രൻ പിന്നീട് ഞാൻ കാണുന്നത് IAS ആയിട്ടാ. ഗുരുദേവന്റെ കൃതികൾ പഠിച്ചപ്പോൾ ശിഖാ സുരേന്ദ്രൻ ഉണ്ടായ മാറ്റം എന്താണെന്നറിയാമോ? ഞാൻ ഈ ശിഖാ സുരേന്ദ്രനെ കോട്ടയത്ത് സബ് കളക്ടറായിട്ടിരിക്കുമ്പോൾ ഒരു മീറ്റിങ്ങിന് ക്ഷണിച്ചു. അങ്ങനെ ഞങ്ങളുടെ കോട്ടയത്തേക്ക് ആ ശിഖാ സുരേന്ദ്രൻ മീറ്റിങ്ങിന് ഇരുന്നപ്പോൾ ഞങ്ങൾ കൊണ്ട് ശിഖാ സുരേന്ദ്രന് കാപ്പി കൊടുത്തു. കാപ്പി കൊടുത്തപ്പോൾ ശിഖാ സുരേന്ദ്രൻ ഞങ്ങളോട് പറഞ്ഞെന്താണെന്നറിയാമോ? എൻ്റെ അച്ഛനും അമ്മയും അപ്പുറത്തെ മുറിയിൽ ഇരിപ്പുണ്ട്, അവർക്ക് നിങ്ങൾ കാപ്പി കൊടുത്തോ? ഗുരുവിനെ പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മഹത്വം മനസ്സിലാവും. ഞങ്ങളെ ഇങ്ങനെ ആക്കിയതിനു പിന്നിൽ ഞങ്ങൾ എന്നും മൊബൈൽ പിടിച്ചു വാങ്ങിക്കുമ്പോൾ അച്ഛനോടും അമ്മയോടും ശകാരിക്കുന്നില്ലേ? പഠിക്കണമെന്ന് പറയുമ്പോൾ അച്ഛനോടും അമ്മയോടും ഞങ്ങൾ തർക്കിക്കുന്നില്ലേ? ഞങ്ങൾ എന്തെങ്കിലും ആണെങ്കിൽ ഇതാ ഈ മാതാപിതാക്കൾ ഉള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാവും. ഗുരുദേവനെ പഠിക്കുമ്പോൾ, ഗുരുദേവന്റെ കൃതികൾ പഠിക്കുമ്പോൾ, ഗുരുദേവനോടൊപ്പം സഞ്ചരിച്ച മഹാരഥന്മാരെ പഠിക്കുമ്പോൾ എൻ്റെ മക്കളെ, നിങ്ങൾ മറ്റൊരു വേറൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തും. അതുകൊണ്ട് ഈ ഗുരുവിനെ നിങ്ങൾ കയ്യിലെടുക്കണം. എല്ലാ ഞായറാഴ്ചയും എന്ത് തിരക്കുണ്ടെങ്കിലും എൻ്റെ ഞായറാഴ്ച പെരുന്തുരുത്തിയിലെ ഈ ശാഖയിലാണെന്ന് ഇന്ന് തീരുമാനിക്കണം. ഇപ്പൊ തീരുമാനിക്കണം നിങ്ങൾ. ആർ യു റെഡി? നിങ്ങൾ റെഡി ആവണം, നിങ്ങൾ തയ്യാറാവണം. നിങ്ങൾ ഇന്ന് വരാത്തവരെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തണം. കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന അപൂർവ സൗഭാഗ്യമാണ്. ഏത് പ്രതിസന്ധിയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഗുരുവിന്റെ ദർശനം എന്ന് പറയുന്നത്. ആ ഗുരുവിനെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം. ആ ഗുരുവിനോടൊപ്പം സഞ്ചരിക്കുവാൻ നമുക്ക് കഴിയണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ശിഖാ സുരേന്ദ്രൻ ഉണ്ടല്ലോ, ഞാൻ അന്ന് ഇങ്ങനെ കണ്ടപ്പോൾ സന്തോഷിച്ചു. പിന്നീട് നമ്മുടെ തൃശ്ശൂർ വെച്ചിട്ട് പൂരമൊക്കെ നടക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ, അല്ലേ? തൃശ്ശൂര് എലൈറ്റ് എന്ന് പറയുന്ന വലിയൊരു ഹോട്ടലിൻ്റെ 8ാമത്തെ നിലയിലിരുന്ന് ഭക്ഷണം കഴിക്കുക. ഞാനും ഉണ്ട് അടുത്ത. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെയിറ്റർ വന്ന് ശിഖാ സുരേന്ദ്രന് ഭക്ഷണം വിളമ്പി. ഈ കളക്ടറാണെന്നും വെയിറ്റർക്ക് അറിയില്ലല്ലോ. മോളെ കണ്ടാൽ ആകെ ചെറുതാ, നിങ്ങളുടെ വലിപ്പമേ ഉള്ളൂ ശിഖാ സുരേന്ദ്രനാ. ആ ശിഖാ സുരേന്ദ്രനോട് വെയിറ്റർ ചോദിച്ചു, മോളെ 2ാമത് ചോറ് വേണോ? ഉടനെ വലതുവശത്ത് അച്ഛനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഇടതുവശത്ത് അമ്മയും ഇരിപ്പുണ്ട്. ആ അച്ഛനെ അമ്മേനെ നോക്കിയിട്ട് ശിഖാ സുരേന്ദ്രൻ അച്ഛനോട് ചോദിച്ചു, അച്ഛയ്ക്ക് ചോറ് വേണോ? അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു പാവപ്പെട്ട മനുഷ്യനാ, IAS അല്ല, ഒരു സാധാരണ കർഷകനാ, എനിക്ക് വേണ്ട മോളെ. അമ്മയ്ക്ക് വേണോ? ഒരു ജോലിയില്ലാത്ത അമ്മയാ. അമ്മ പറഞ്ഞു, എനിക്ക് വേണ്ട മോളെ. അച്ഛയ്ക്കും അമ്മയ്ക്കും വേണ്ട, എനിക്കും വേണ്ട എന്ന് പറയുന്ന IAS കണ്ടു. അമ്മയെ അച്ഛനെ ചേർത്ത് പിടിക്കുക. കാരണം എന്താ? ഞാൻ ഇങ്ങനെ ആയത് എൻ്റെ അച്ഛനും അമ്മയും പണിയെടുത്തത് കൊണ്ടാ, എൻ്റെ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടാ ഞാൻ ഇങ്ങനെ ആയത്. അരുളൻ അനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം, അരുളുള്ളവനാണ് ജീവി എന്ന ഉരുവിട്ടിടുക ഈ മഹാക്ഷരി. കാരണം എന്താ?
അനുവിൻ്റെ അനുകമ്പയുടെ കണിക ശ്രീനാരായണ ഗുരുദേവനിൽ നിന്ന് പഠിച്ചു. ആര് പഠിച്ചു? ഈ ശിഖാ സുരേന്ദ്രൻ പഠിച്ചു. ഇങ്ങനെ കസേരയിൽ വന്നിരുന്ന ആളാ ശിഖാ സുരേന്ദ്രന്. ആ ശിഖാ സുരേന്ദ്രൻ IAS ആകാമെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ പറക്കാൻ കഴിയും. കാരണം എന്താ? ഗുരുദേവൻ പറഞ്ഞു, തേച്ച് മിനുക്കിയാൽ കാന്തിയും മൂല്യം ഉണ്ടാവും. ആ തേച്ച് മിനുക്കി കാന്തിയും മൂല്യമുള്ളവരായിട്ട് നിങ്ങൾ മാറണമെങ്കിൽ ഗുരുദേവനെ പഠിക്കണം. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരെ കുറിച്ച് പഠിക്കണം. അവിടെയാണ് ഇപ്പോൾ 2 പേർക്ക് ഇവിടെ A+ കിട്ടിയല്ലേ? ആ A+ കിട്ടിയവരെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുക അല്ലേ? 2 പേരും ഒന്ന് എണീറ്റ് തന്നെ കാണട്ടെ. ഒന്നുകൂടെ ഞാൻ കാണട്ടെ. ഒന്ന് എണീക്കുക. തെറ്റൊന്നും നിങ്ങൾ ചെയ്തില്ലല്ലോ. A+ കിട്ടിയല്ലേ? നല്ലൊരു കയ്യടി അവർക്ക് കൊടുത്തേ. ഒന്നുകൂടെ കയ്യടിക്കുന്നൊരു വിലയില്ലല്ലോ. അപ്പോൾ നിർത്തിയാട്ടെ. അപ്പോൾ അതിൽ ഒരു കുട്ടിയുടെ അനുജനും വന്നിട്ടുണ്ടല്ലേ? ആരുടെ അനുജനാണ് വന്നേക്കുന്നത്? ഉണ്ടല്ലേ? മറ്റേ ആൾ വന്നിട്ടുണ്ട്. നിങ്ങളോട് 2 പേരുടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ ക്ലാസ്സിൽ വരണം, ക്ലാസ് എടുക്കണം നിങ്ങൾ കേട്ടോ. ഭാവിയിൽ ഇവിടെ ക്ലാസ് എടുക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം കേട്ടല്ലോ. നിങ്ങൾ വരുമോ? 2 ആളോട് ചോദിക്കുന്നത്. ഇവിടെ വെച്ച് വെറുതെ പറയാനില്ല, ഇത് ഗുരുവിൻ്റെ മണ്ണ. ഇവിടെ നിങ്ങൾ ഇനി ഒരുപാട് വളരേണ്ടവരാ. നിങ്ങൾ സമൂഹത്തിൻ്റെ തലപ്പത്തിലേക്ക് പോകേണ്ടവരാ. നിങ്ങൾ അതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി തരണം. അതിൻ്റെ ഒരു കാര്യം നിങ്ങൾ കേൾക്കാനും ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുമക്കളും ഇവിടെ ഇരിക്കുന്ന 8ാം ക്ലാസ്സുകാരനും 10ാം ക്ലാസ്സുകാരനും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ ഇരുന്നാട്ടെ. ഇവർ A+ കിട്ടിയപ്പോൾ ശാഖായോഗം സെക്രട്ടറി അവരെ ഷാൾ അണിയിച്ചു. ബാബു സാർ അവർക്ക് മൊമെൻ്റോ കൊടുത്തു അല്ലേ? ഫ്ലെക്സ് ബോർഡിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇട്ട് കാണും അല്ലേ? എല്ലാവരും ലൈക്ക് ചെയ്തല്ലേ? പക്ഷേ എൻ്റെയും നിങ്ങളുടെയും സമുദായത്തിൽ നിന്ന് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആദ്യമായിട്ട് A+ കിട്ടിയ ആളാരാന്നറിയാമോ? ആരാന്നറിയോ? ഞാൻ പറയാം പേര്, നിങ്ങൾ പറയാത്തത് കൊണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ പൽപ്പു എന്നാണ്. കേട്ടിട്ടുണ്ടോ? ഡോക്ടർ പൽപ്പു ആരാ? ഡോക്ടർ പൽപ്പു ആരാ? അദ്ദേഹം ഒന്ന് പറഞ്ഞേ. ആ കറുത്ത ടീഷർട്ട് ഇട്ടയാൾ അറിയോ മോനെ? അറിയില്ല മോനെ? ഫ്രണ്ട് ഇരിക്കുന്ന ആളൊന്ന് പറഞ്ഞു. അദ്ദേഹം അറിയില്ല മോനെ? അറിയോ? റെഡ് അറിയില്ല. ഡോക്ടർ പൽപ്പിന് അറിയില്ല. അറിയോ? അവിടെ ആരുമില്ല. ഇവിടുന്ന് ഒരാൾ പറഞ്ഞേ ഡോക്ടർ പൽപ്പു ആരാന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അറിയില്ലേ ഡോക്ടർ പൽപ്പു ആരാ? അത് തന്നെ. ആരാ പറഞ്ഞേ? ഇവിടുത്തെ വൈസ് പ്രസിഡന്റ് പറയാ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് തെറ്റില്ല. SNDP യോഗത്തിൻ്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റിൻ്റെ പേരാണ് ഡോക്ടർ പൽപ്പു. ഇനി ശ്രദ്ധിക്കണേ, ഇനി ഗൗരവത്തിലേക്ക് വരുന്നത്. ഇനി ശ്രദ്ധിക്കണേ. ആ ഡോക്ടർ പൽപ്പുവിനുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ പ്രായമുള്ളപ്പോൾ, ഇദ്ദേഹത്തിൻ്റെ പ്രായമുണ്ടല്ലോ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്രായം. സോറി 3ാം ക്ലാസ്സിൽ. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 5ാം ക്ലാസ് പ്രായമൊക്കെ ആയപ്പോൾ, 5, 6, 7ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ചെയ്തു. ഒരു രഹസ്യമായിട്ടൊരു കാര്യം ചെയ്തു. A+ കിട്ടിയവർ കൂടുതൽ ശ്രദ്ധിക്കണം. ഇയാൾ രഹസ്യമായിട്ടൊരു കാര്യം ചെയ്തു. എന്താണെന്നറിയാമോ? അയാൾ രഹസ്യമായി ചെയ്ത കാര്യം ഇംഗ്ലീഷ് പഠിച്ചു. മനസ്സിലായോ? വെറും 100 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത്. അയാൾ രഹസ്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു. ആ രഹസ്യമായിട്ട് അദ്ദേഹം ഇംഗ്ലീഷ് പഠിച്ചിട്ട് വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെയും നിങ്ങളുടെയും സമുദായത്തിലെ ആദ്യത്തെ BA-കാരൻ്റെ പേര് വേലായുധൻ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഏട്ടനാണ്. ആ ചേട്ടനെ പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് വിളിക്കുക. വേലായുധൻ എന്നാ പേര്. ഈ പൽപ്പു പോയിട്ട് വിളിക്കുക. എന്താ വിളിച്ചെന്നറിയാമോ? മിസ്റ്റർ വേലായുധൻ. വേലായുധൻ മൈൻഡ് ചെയ്തില്ല. മിസ്റ്റർ വേലായുധൻ. വേലായുധൻ മൈൻഡ് ചെയ്തില്ല. മിസ്റ്റർ വേലായുധൻ, എടാ നിനക്ക് ഭ്രാന്താണോടാ? നീ എന്താ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഏട്ടാ, രഹസ്യമായിട്ട് എന്നെ ഫെർണാണ്ടസ് സാഹിബ് ഇംഗ്ലീഷ് പഠിപ്പിച്ചില്ലേ? പരസ്യമായിട്ട് പഠിക്കാൻ പറ്റില്ല. ഓർക്കണം, 100-150 വർഷങ്ങൾക്ക് മുമ്പത്തെ കഥയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് അദ്ദേഹം രഹസ്യമായിട്ട് ഫെർണാണ്ടസ് സാഹിബിൻ്റെ അടുത്ത് പോയി ഇംഗ്ലീഷ് പഠിച്ച്. ഏട്ടാ, ഇംഗ്ലീഷിൽ വേലായുധൻ എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത് വേലായുധൻ എന്നാ. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് അഭിമാനത്തോടു കൂടിയിട്ട് എൻ്റെയും നിങ്ങളുടെയും സമുദായത്തിലെ പഴയ ഒരുത്തൻ ആദ്യത്തെ A+കാരൻ പറഞ്ഞു. പക്ഷേ എല്ലാവരും അവനെ പുച്ഛിച്ചു. അവന് 10ാം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും A+ കിട്ടിയപ്പോൾ
ഒരൊറ്റ ഫ്ലെക്സ് വെച്ചില്ല, ഷാഹായോഗം അവനെ ആദരിച്ചില്ല, അവന് ഷീൽഡും കൊടുത്തില്ല. കാര്യം എന്താ? അവൻ ചെയ്തത് തെറ്റാ. കാര്യം എന്താ? ജാതിയിൽ താണവനായ നീയ ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല, അത് ദൈവകോപത്തിന് കാരണം. അതുകൊണ്ട് അവൻ രഹസ്യമായിട്ട് ഇംഗ്ലീഷ് പഠിച്ചു. ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സാറിന് ഗുരുദക്ഷിണ കൊടുക്കണം. എത്ര രൂപയാണ് അന്വേഷിച്ചപ്പോൾ അത്രയും കാലം പഠിച്ചതിന് 7 രൂപ കൊടുക്കണം. 700 വലിയൊരു സംഖ്യ. ഇയാളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അമ്മേ, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ഫെർണാണ്ടസ് സാറിന് എനിക്ക് കാശ് കൊടുക്കണം. എടാ മോനെ, എൻ്റെ കയ്യിൽ 5 പൈസയില്ല. എന്നാ ഒരു കാര്യം ചെയ്യാം. എന്താ പറഞ്ഞെന്നറിയാമോ? നമുക്ക് അമ്മാവൻ്റെ വീട്ടിലോട്ട് പോവാം. അമ്മാവന് വലിയ തെങ്ങും തോപ്പുണ്ട്. അമ്മാവൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അമ്മാവാ, എന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു ഫെർണാണ്ടസ് സായിപ്പ്. ആ സായിപ്പിന് കൊടുക്കാൻ എനിക്ക് എന്ത് വേണം? 7 രൂപ വേണം. അമ്മാവൻ എന്ത് പറഞ്ഞെന്നറിയാമോ? വേറെ വല്ല പണിയും നോക്കടാ എന്ന് പറഞ്ഞിട്ട് അമ്മായിയെ വിളിച്ചുകൊണ്ട് അമ്മാവൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ പഠന വിഷയങ്ങളിൽ എത്രമാത്രം ഡെഡിക്കേറ്റഡാ. എൻ്റെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുക. ഞാൻ ഇന്ന് രാവിലെ മകളെ, കാരണം അവൾക്ക് മലയാളം ഒന്നും അറിയില്ല എന്ന് ഞാൻ കൃത്യമായി മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. അവള് OV വിജയന്റെ കടൽ തീരത്തെന്ന് പറയുന്ന ഒരു പുസ്തകം, 10ാം ക്ലാസ് പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഒന്ന് കൈവെക്കാമോ? CBSEയിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ലേ? ആരെന്ത് ചോദിച്ചാലും ആരും കൈവെക്കുന്നില്ല. 10ാം ക്ലാസ്സുകാരും ഇല്ലെന്ന് തോന്നുന്നു. അപ്പം അതിൽ ഒരു കഥയാണ്. വെള്ളായ്യപ്പൻ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ടവൻ. ആ വെള്ളായ്യപ്പന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുക. എന്തിനാണെന്നറിയാമോ? പൈസ ഒന്നുമില്ല വെള്ളായ്യപ്പൻ്റെ കയ്യിൽ. വെള്ളായ്യപ്പൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് അങ്ങനെയല്ലേ? കേട്ടിട്ടുണ്ടോ? കഥ അറിയാവോ? ആ വെള്ളായ്യപ്പൻ എന്തിനാ പോയത്? മോനെ തൂക്കിക്കൊല്ലാൻ പോവുക അല്ലേ? 5 പൈസയില്ല. ഒരു പൊതിച്ചോറ് കെട്ടിക്കൊണ്ടുപോയി വൈന് വാങ്ങിച്ച് കഴിക്കാൻ കഴിയാത്തതിന്. ഇത് ആ ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവമാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു അനുഭവം, വളരെ ദയനീയമായിരിക്കുന്ന ഒരു അനുഭവം, ആ അനുഭവം ഉണ്ടായി. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പഠന വിഷയങ്ങളിൽ എത്രമാത്രം ഡെഡിക്കേറ്റഡാ. നിങ്ങൾ ഓർക്കണം, ഈ ഡോക്ടർ പൽപ്പുവിനെ പഠിച്ചാൽ നിങ്ങളുടെ എല്ലാ അലസതയും മാറും. നിങ്ങൾ ഇന്ന് കാണിച്ചു കൂട്ടുന്ന എല്ലാ വിക്രിയകളും നിങ്ങൾ ഇന്ന് മാറും. കാരണം എന്താ? ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളവർ ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും. അതിൻ്റെ ഉദാഹരണമാണ് പൽപ്പു. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അമ്മേ, അമ്മാവൻ പോയത് പോട്ടെ, നമുക്ക് ഇവിടെ താമസിക്കാം. താമസിച്ചെന്താ ചെയ്യുന്നറിയാമോ? അമ്മായിയോട് ഡോക്ടർ പൽപ്പു അമ്മയോട് പറഞ്ഞു, ഞാനൊരു തെറ്റ് ചെയ്യാൻ പോവാ അമ്മേ. എന്താണ് നീ ചെയ്യാൻ പോണ തെറ്റ്? നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റും. മക്കളെ, അവിടെ ഇരിക്കുന്നവരൊന്ന് എണീറ്റേ. നിങ്ങൾ ആ റെഡ് തൊട്ട് അവിടെ ഉള്ളവരൊന്ന് എണീറ്റേ. നിങ്ങളൊന്ന് എണീറ്റേ മക്കളെ. എണീക്കാൻ പറഞ്ഞ് എണീക്കുന്ന എന്താ കുഴപ്പം? നിങ്ങളവിടെ കൂട്ടം കൂടി ഇരിക്കണ്ട. നിങ്ങളെ ഒന്നിടവിട്ടിരുന്നേ. ഒരു കസേര, ആ ബ്ലാക്ക് ഇങ്ങോട്ട് അറ്റത്തേക്ക് വന്നിരുന്നേ. അറ്റത്തേക്ക് വന്നിരുന്നേ. ആ ഫ്രണ്ടിലെ കസേരയിലോട്ട് കയറിയിരുന്നേ. കൂട്ടം കൂടി ഇരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കുനിഞ്ഞിരിക്കാനും. നിങ്ങളവിടെ കുനിഞ്ഞിരിക്കുക. ഈ കുനിഞ്ഞിരിക്കുന്ന നിങ്ങൾ ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകാൻ വേണ്ടി ആ മക്കളെ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് നിങ്ങളുടെ കർമ്മ നിയോഗമാണ്, ഗുരുദേവന്റെ അനുഗ്രഹം. ഇല്ലെങ്കിൽ നിങ്ങൾ പെരുന്തുരുത്തി ഇന്ന് ഇവിടെ വന്നിരിക്കില്ല. നിങ്ങൾ പരിവർത്തനം ചെയ്യണം. നിങ്ങൾ ലോകത്തെ നയിക്കണം. നിങ്ങൾ ലോകത്തെ കീഴടക്കണം. അതിനുള്ള എനർജിയാണ് ഗുരുദേവൻ. ആ ഗുരുവിനെ പഠിക്കണം. ഗുരുവിൻ്റെ ശിഷ്യന്മാരെ നിങ്ങൾ പഠിക്കണം. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങളുടെ ലോകം മാറും, നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും, നിങ്ങളുടെ ചിന്താഗതികൾ മാറും. അതിനാ ഇവിടെ വന്നിരിക്കുന്നത്. അതിനാ ഞാൻ ഈ തൊണ്ട പൊട്ടിക്കുന്നത്. മാറ്റമുണ്ടാവണം നിങ്ങൾക്ക്. അതിനുള്ള കരുത്ത് എൻ്റെ മഹാഗുരുവിനുണ്ട്. ആ ഗുരുവിലേക്ക് നിങ്ങൾ സമർപ്പിക്കണം. അതിനുള്ള ഈ ഞാൻ പറയുന്ന പുരാണമൊന്നുമല്ല, ചരിത്രത്തിൽ സംഭവിച്ച കഥയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മയോട് പൽപ്പ് പറഞ്ഞെന്തെന്നറിയോ? അമ്മേ, അമ്മാവൻ്റെ പത്തായി ഞാൻ കുത്തിപ്പൊളിക്കാൻ പോവാ. അതിൻ്റെ അകത്ത് നെല്ല് കിടപ്പുണ്ട്. ആ നെല്ല് വേവിച്ച് ചോറാക്കിയിട്ട് ആ ചോറ് കഴിച്ചിട്ട് അമ്മാവൻ വരുന്നത് വരെ ഇവിടെ ജീവിക്കണം. ഓർക്കുക, എന്തിനാണെന്നറിയാമോ? പഠിപ്പിച്ച അധ്യാപകന് ഫീസ് കൊടുക്കാനാ. അധ്യാപകനോട് നമ്മൾ എങ്ങനെ അധ്യാപകനെ കാണണമെന്ന് പഠിപ്പിക്കുകയാണ് പൽപ്പു പഠിപ്പിക്കുക. അങ്ങനെ അവരവിടെ കഴിഞ്ഞു. ഒരു ദിവസം അമ്മാവൻ വന്നു. അമ്മാവനോർത്ത് ഇവർ പോയി കാണുമെന്ന. അമ്മാവൻ വന്നത് തെങ്ങിൽ നിന്ന് തേങ്ങ ഇടിക്കാനാ. പൽപ്പു തൻ്റെ സഹോദരന്മാരെയും വിളിച്ചിട്ട് തെങ്ങിൻ്റെ ചുവട്ടിൽ പോയി നിന്നു. മാറി നിൽക്കടാ, നിന്റെ തലമണ്ടയിൽ തേങ്ങ വീടും. അമ്മാവനോട് പൽപ്പു പറഞ്ഞതോ, അമ്മാവ, ഫെർണാണ്ടസ് സാഹിബിന് കൊടുക്കാനുള്ള പൈസ എനിക്ക് തന്നാൽ മാത്രമേ ഇവിടുന്ന് പോവുള്ളൂ. നിവൃത്തിയില്ലാതെ അമ്മാവൻ കൊണ്ട് പൈസ കൊടുത്തു. ഫെർണാണ്ടസ് സാഹിബിൻ്റെ കാലിൽ വീണ് നമസ്കരിച്ചിട്ട് ആ ഫെർണാണ്ടസ് സാഹിബിന് പൽപ്പു ഈ പണം കൊടുത്തു. കാരണം എന്താ?
രഹസ്യമായിട്ട് അവൻ ഇംഗ്ലീഷ് പഠിച്ചത് കൊണ്ടാ മക്കളെ ഇന്ന് നിങ്ങൾക്ക് A+ കിട്ടിയതാ. അത് നിങ്ങൾ തിരിച്ചറിയണം. ആ ചരിത്രബോധം ഉണ്ടാകുമ്പോഴാ എന്തിനാണ് ഈ പടിവാതിൽ കടന്ന് ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് വന്നതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയുക. അവിടെ ഈ ഗുരുവിനെ മനസ്സിലാവുക. അവിടെയാണ് SNDP യോഗം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ തിരിച്ചറിവ് ബാബു സാർ ഇവിടെ പറഞ്ഞതുപോലെ ഈ പ്രായത്തിൽ ഉണ്ടാവണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാ പറയുന്നത്. ആ ചൊട്ടയിലുണ്ടാകുന്ന ശീലമാണ് ചുടല വരെ നിൽക്കുക. പരിവർത്തനമുണ്ടാക്കേണ്ടത്, മാറ്റമുണ്ടാക്കേണ്ടത്, അറിവുണ്ടാകേണ്ടത് ഈ പ്രായത്തിലാണ്. ആ പ്രായത്തിൽ അറിവുണ്ടായാൽ നിങ്ങൾക്ക് ഈ പ്രസ്ഥാനത്തോട് വല്ലാത്തൊരു സ്നേഹം ഉണ്ടാവും, ഗുരുദേവനോട് വല്ലാത്തൊരു ആരാധന ഉണ്ടാവും. അത് നിങ്ങളുടെ ജീവിതത്തെ പാടെ മാറ്റിമറിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നിങ്ങൾ ഓർക്കണം, ഈ പൽപ്പുവിൻ്റെ ത്യാഗം ഒന്ന് പഠിക്കുമ്പോൾ നിങ്ങൾ എത്രമാത്രമാണ് ഈ പ്രസ്ഥാനത്തോടും ഈ ഗുരുവിനോടും കടപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൽപ്പു 10ാം ക്ലാസ്സിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ A+ ഒക്കെ കിട്ടി, എൻട്രൻസ് പാസ്സായി, എൻട്രൻസിന് 2ാമത്തെ റാങ്ക് കിട്ടി. പക്ഷേ ഈ കേരളത്തിൽ ഒരാളും ഈ പൽപ്പുവിനെ പഠിപ്പിക്കാൻ തയ്യാറായില്ല. കാരണം എന്താ? ജാതിയിൽ ഈഴവനായതുകൊണ്ടാണ്. അവസാനം മനസ്സിലായി ഇവിടെ പഠിക്കാൻ കഴിയില്ല, ഇവിടെ പഠിക്കാൻ കഴിയില്ല. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ 10ാം ക്ലാസ്സിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇനി +2 ചേരണം. ആരാ പുറകെ നടക്കുന്നത്? അപ്പനും അമ്മയല്ലേ. അപ്പനും അമ്മയൊന്നും പുറകെ നടക്കാനുള്ള പ്രാപ്തി അന്നില്ല. ഒരു പയ്യൻ തീരുമാനമെടുത്ത് എനിക്ക് പഠിക്കണം, എനിക്ക് മിടുക്കനാവണം. അവൻ ആ തീരുമാനമെടുത്തപ്പോൾ എന്ത് ചെയ്തു? അന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ പഠിപ്പിക്കില്ല ജാതിയുടെ പേരിൽ. അവസാനം തമിഴ്നാട്ടിൽ പോകണം. തമിഴ്നാട്ടിൽ പോയി പഠിക്കണമെങ്കിൽ അന്നത്തെ കാലത്ത് 150 രൂപ വേണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു 10-15 ലക്ഷം ഒന്ന് കൂട്ടിക്കോ. ആ 150 രൂപ ഇല്ല ഇയാളുടെ കയ്യിൽ. അവസാനം അമ്മ പറഞ്ഞു, എടാ കെട്ടുതാലി ഞാൻ തരാം. അമ്മയുടെ താലി, ആ താലിമാലയും കയ്യിൽ കിടന്ന വളയെല്ലാം ഊരിക്കൊടുത്തു. നിങ്ങളുടെ ഇന്ന് അച്ഛനും അമ്മയും നിങ്ങൾ വിട്ടിരിക്കുന്ന 916 ഗോൾഡ് ഉണ്ടല്ലോ, അതൊന്നും 100 വർഷങ്ങൾക്കപ്പുറത്ത് ധരിക്കാൻ പാടില്ലായിരുന്നു. ദൈവം കോപിക്കുമെന്ന് ഈ നാട്ടിൽ പഠിപ്പിച്ച ഒരു വ്യവസ്ഥതയിൽ നിന്നുമാ ഈ മഹാഗുരു എന്നെയും നിങ്ങളെയും ഉണർത്തിയത്. മക്കളെ, ചരിത്രം പഠിക്കണം, വായിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, വിവേകം താനേ വരില്ല. നിങ്ങളൊന്ന് പറഞ്ഞേ, വിവേകം താനേ വരില്ല. വിവേകം താനേ വരില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. വായനാശീലം ഉള്ളവരുണ്ടോ ഇവിടെ? വായനാശീലം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ വായിക്കണം. കാരണം എന്താ? വായനയാണ് നമ്മളെ വളർത്തുന്നത്. വായനയാണ് നമ്മളെ വളർത്തുന്നത്. പണ്ട് കുഞ്ഞുണ്ണി മാഷില്ലേ, നിങ്ങൾക്കറിയോ കുഞ്ഞുണ്ണി മാഷിനെ? കുഞ്ഞുണ്ണി മാഷിൻ്റെ കൂടെ പോയി ഇരുന്നിട്ടുള്ള ഒരാളാണ്. കുഞ്ഞുണ്ണി മാഷിൻ്റെ വലപ്പാടാണ് വീട്, തൃശ്ശൂര്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി നിരന്തരം ഇരിക്കാൻ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു വാക്യം നിങ്ങൾക്കറിയായിരിക്കും, വായിച്ചാലും വളരും, വായിച്ചില്ലേലും വളരും, അല്ലേ? വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളഞ്ഞു പോകും, അല്ലേ? വളഞ്ഞു പോകുന്നവരായി നമ്മൾ മാറരുത്. നമ്മൾ സമൂഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാൻ കരുത്തുള്ള ശക്തിയുള്ളവരായിട്ട് നമ്മൾ മാറണം. അതിനെന്ത് വേണം? വായിക്കണം. അതിനാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്, വിവേകം താനേ വരില്ല. നല്ല പുസ്തകങ്ങൾ വായിക്കണം. നല്ല അറിവ് നേടുന്നവരായിട്ട് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മാറണം. അതിന് വായന അനിവാര്യത. അപ്പോൾ അന്നത്തെ കാലത്ത് അമ്മ സ്വർണ്ണം എല്ലാം വിട്ടിട്ട് പറഞ്ഞിടാ 75 രൂപയുണ്ട്, ഇത്രയുള്ള എൻ്റെ ഈ തരാൻ. അപ്പോൾ ഈ 3-4 വർഷം പഠിച്ച് മടങ്ങണമെങ്കിൽ 150 രൂപ വേണം. ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആ ചെറുപ്പക്കാരൻ വഴിയിലേക്ക് ഇറങ്ങി. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? പിച്ച തണ്ടാൻ ഇറങ്ങി. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടോ മക്കളെ? എല്ലാ സൗകര്യങ്ങളും മാതാപിതാക്കൾ തരുന്നില്ലേ? പുസ്തകം വാങ്ങിച്ചു തരുന്നില്ലേ? ബുക്ക് വാങ്ങിച്ചു തരുന്നില്ലേ? ഇതൊക്കെ ഇന്ന് വാങ്ങിക്കാൻ യോഗ്യത നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാക്കിയവന്റെ പേരാണ് ഡോക്ടർ പൽപ്പൂന്നും. ഗുരുദേവന്റെ അനുഗ്രഹം കൊണ്ട് സാധിച്ചതാ. അങ്ങനെ വഴിയോരങ്ങളിൽ പോയിട്ട് പിച്ച തണ്ടി ഒരുപാട് അനാത്തുട്ടുകൾ ഇയാൾക്ക് കിട്ടി. എന്തിനാ? പഠിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോഴാണ് ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിക്കുന്നതാണ് എൻ്റെ ജീവിതമെന്ന് ഇന്ന് നിങ്ങളെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ മറക്കരുത് ഗുരുദേവന്, അവിടെ മറക്കരുത് പൽപ്പുവിനെ. ആ പൽപ്പു എന്ത് ചെയ്തെന്നറിയാമോ? വഴിയോരങ്ങളിൽ പോയിട്ട് പിച്ച തണ്ടിയപ്പോ ഒരുപാട് പൈസ പൽപ്പുവിന് കിട്ടി. പക്ഷേ ദിവസങ്ങൾ പിച്ച തണ്ടിയപ്പോൾ ഒരു കാര്യം അദ്ദേഹം മറന്നുപോയി, ഭക്ഷണം കഴിക്കാൻ. നിങ്ങൾ രാവിലെ ചായയും വടയും കഴിച്ചില്ലേ? ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോവില്ലേ?
ഇപ്പൊ തന്നെ നമുക്ക് വിശക്കും അല്ലേ, ചോറ് കിട്ടിയില്ല എന്ന്. പക്ഷേ ദിവസങ്ങളോളം പിച്ച തണ്ടിയപ്പോ ഇയാൾ ഒരു കാര്യം മറന്നുപോയി, ഭക്ഷണം കഴിക്കാൻ. കാരണം എന്താ? എൻ്റെ ലക്ഷ്യം എന്താ? എനിക്ക് ഡോക്ടർ ആവണം, തമിഴ്നാട്ടിൽ പോയിട്ട് പഠിക്കണം, അതിന് പണം വേണം. അപ്പോൾ അതിലെ ഒരു പാവപ്പെട്ട റൊട്ടി കച്ചവടക്കാരൻ പോയി, മുസൽമാനായിരുന്നു. അദ്ദേഹം നോക്കുമ്പോൾ ഇയാൾക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായി. സുഹൃത്തെ, നിങ്ങൾക്ക് റൊട്ടി വേണമെന്ന് ചോദിച്ചു. ഉടനെ ഈ പൽപ്പു എന്താ പറഞ്ഞെന്നറിയാമോ? സംസാരിക്കാൻ കഴിയുന്നില്ല, വിശന്നിട്ട് തന്നെയാ, പക്ഷേ ആംഗ്യം കാണിച്ചു വേണ്ടാന്ന്. പക്ഷേ അലിവ് തോന്നിയ മുസൽമാൻ എന്ത് ചെയ്തെന്നറിയാമോ? നിർബന്ധിച്ചിട്ട് ഈ ചെറുപ്പക്കാരനെ കുറിച്ച് ഈ കൊച്ചു പയ്യനെ കൊണ്ട് റൊട്ടി കഴിപ്പിച്ചു. റൊട്ടി കഴിച്ചപ്പോൾ ബോധം കെട്ടുപോയി. കാരണം എന്താ? ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് ആ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചത് കൊണ്ട് ഈ ചെറുപ്പക്കാരൻ ബോധം കെട്ട് നിലത്ത് വീണു. അദ്ദേഹം എണീറ്റ്. പിന്നെ ബോധം വന്നപ്പോൾ നാട്ടുകാർ ചോദിച്ചോടോ, തൻ്റെ കയ്യിൽ ഒരുപാട് ചില്ലറ തുട്ടുകൾ ഉണ്ടായിരുന്നല്ലോ, പിന്നെ താൻ എന്താ ഭക്ഷണം കഴിക്കാഞ്ഞത്? കുറിച്ചിടണം ഹൃദയത്തിൽ. പുസ്തകം എടുക്കുമ്പോൾ അപ്പനെയും അമ്മയും ഓർക്കുമ്പോൾ മക്കളെ ഹൃദയത്തിൽ കുറിച്ചിടണം. പൽപ്പു പറഞ്ഞ വാക്ക്. പൽപ്പു എന്താ പറഞ്ഞറിയാമോ? ഞാൻ ഈ പിച്ചതണ്ടി ഉണ്ടാക്കിയ സംവിധാനം, ഈ പറയുന്ന അണാത്തുട്ടുകൾ എന്തിനാണെന്നറിയാമോ? എനിക്ക് ഡോക്ടറാകാനുള്ള 75 രൂപ ഉണ്ടാക്കാനാ. അതിൽ നിന്ന് ഒരു അണാത്തൊട്ടെടുത്ത് റൊട്ടി വാങ്ങിച്ച് കഴിച്ചാൽ അത് ആർഭാടമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം എന്താ? എൻ്റെ ലക്ഷ്യം പഠിച്ച് മിടുക്കനാകുക എന്നുള്ളതാ. ആ പഠിച്ച് മിടുക്കനാകാൻ വേണ്ടി ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു പൈസ എടുത്താൽ അത് ആർഭാടമാണെന്ന് കരുതാൻ പറഞ്ഞ ആ മനസ്സുണ്ടല്ലോ, അതൊന്ന് ഓർക്കുമ്പോൾ നിങ്ങൾ ഇന്ന് കാണിക്കുന്ന എല്ലാ വിക്രികളും നിങ്ങൾ അവസാനിപ്പിക്കും. കാര്യം എന്താ? ഗുരുവിൻ്റെ അനുഗ്രഹമുള്ളവൻ ഇങ്ങനെയാണ് വരുന്നത്. ആ പൽപ്പ് ഓർക്കുക. ലോകം കണ്ട മഹാന്മാരിൽ ഒരാളായിട്ട് മാറി. എന്നെയും നിങ്ങളും ഇന്നിരിക്കുന്ന ഈ 881 നമ്പർ ശാഖയുടെ എല്ലാം ജനയിതാവായി മാറുന്നത് മഹാനായിട്ടുള്ള ഡോക്ടർ പൽപ്പുവ. കുറിച്ചിടണം ഈ ഡോക്ടർ പൽപ്പുവിനെ. ഓർക്കുക, ഏറ്റവും വലിയ മഹാനായിട്ട് മാറി. ലോകം മുഴുവൻ പോകാനായിട്ടുള്ള അനുഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ഓർക്കുക, ഈ കൊറോണയേക്കാൾ ഭീകരമായിട്ടുള്ള വൈറസ് ഒരു കാലത്ത് ബാംഗ്ലൂരിൻ്റെ തെരുവോരങ്ങളെ ഗ്രസിച്ചപ്പോൾ അവിടുത്തെ ഭരണാധികാരിയായിരുന്നു പൽപ്പു എന്ന് പറയുന്നത്. പൽപ്പുവിനെ അന്ന് ജർമ്മനിയിലേക്ക് പഠിക്കാൻ വിടുകയായിരുന്നു ഭരണാധികാരികൾ. പൽപ്പു എഴുതി വെച്ചു, ഞാൻ ജർമ്മനിയിലേക്ക് പോകുന്നില്ല, ഞാൻ ഇവിടുത്തെ ഈ രോഗം ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ജീവൻ കളഞ്ഞ് ഇവിടെ നിൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ പൽപ്പുണ്ട്. കാര്യം എന്താ? മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവരെയും കരുതലായിട്ട് കൂടെ നിർത്തുക. ഞാൻ മാത്രമല്ല ഈ ലോകത്തുള്ളത്, ഞങ്ങൾ ഒന്നാണ്. നമ്മളിവിടെ ചൊല്ലിയല്ലോ, ഒന്നാണ് നമ്മൾ സഹോദരിമാർ, ഒന്നാണ് ഞങ്ങൾ സഹോദരന്മാർ, ഗുരുദേവ ധർമ്മത്തിൻ മക്കൾ നമ്മൾ എന്ന് നമ്മൾ ചൊല്ലിയല്ലോ പ്രിയപ്പെട്ടവരെ. എന്ന് പറഞ്ഞതുപോലെ ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഒരുപോലെയാണ്. മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് ഈ ഗുരുവിൻ്റെ വഴിയിലേക്ക് സഞ്ചരിച്ചാൽ നമുക്കുണ്ടാകുന്ന വലിയ മഹത്വങ്ങളിൽ ഒന്നാണത്. ആ മഹത്വമുള്ളവനാണ് ലോകത്ത് വിജയിച്ചിട്ടുള്ളത്, ജീവിതത്തിൽ വിലയിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒരുപാട് അറിവ് നേടും, നിങ്ങൾ വലിയ വിദ്യാഭ്യാസമുള്ളവരായിട്ട് മാറുമായിരിക്കും. പക്ഷേ ഈ അടുത്ത കാലത്ത് പത്തനംതിട്ടയിൽ നടന്നൊരു സംഭവം ഞാൻ പറയാം. ഒരുവൻ ഡോക്ടറായി, MD നേടി ഡോക്ടറായി. പക്ഷെ ഒരു ദിവസം അവൻ ആത്മഹത്യ ചെയ്തു. എഴുതി വെച്ചതെന്താ അറിയാമോ? ഒറ്റപ്പെട്ടു പോയത് കൊണ്ട് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെയുള്ളവരായി നമ്മൾ മാറരുത്. വിദ്യാഭ്യാസം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? തിരിച്ചറിവിനും വിവേകത്തിനും വേണ്ടിയിട്ടുള്ളതാ. ഞാൻ മാത്രമുള്ളതല്ല ലോകം. മറ്റുള്ളവരെയും കൂടെ നിർത്തുവാനും സ്വീകരിക്കുവാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം വികസിക്കുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗുരുദേവനെ പഠിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരും. ഞാൻ തൽക്കാലം ഡോക്ടർ പൽപ്പൂരെ അവിടെ നിർത്തുക. രണ്ടാമതൊരാളെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തുക. ഇപ്പോൾ സുജാത ടീച്ചർ പറഞ്ഞു, മക്കളെ പറ ആരാ നമ്മുടെ മഹാകവി. ഇപ്പം ഇന്ന് നാളെ ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കുക അല്ലേ? സ്കൂളിൻ്റെ അവതരണ ഗാനം എഴുതിയിരിക്കുന്നത് ഒരു കുട്ടിയാണ് അല്ലേ? നിങ്ങളെപ്പോലെ ഒരു കുട്ടിയാണ്. സ്കൂളിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ടെൻഷനാണ് അല്ലേ? തിങ്കളാഴ്ച തുറക്കുകയാണെന്നല്ലേ? നല്ല സുന്ദരമായ ഒരു അവതരണ ഗാനം അല്ലേ? സ്കൂൾ അടച്ചു, വെക്കേഷൻ കഴിഞ്ഞു, സ്കൂൾ തുറക്കുന്നു എന്നുള്ള മനോഹരമായൊരു ഗാനം ഇന്നലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ A+ കിട്ടിയ ആ കുട്ടിയെ പോലെ ഇരിക്കുന്നത്. ഏതാണ്ട് അതേ രൂപമാണ് ആ കുട്ടിക്ക്. അപ്പം ആ കുട്ടി ചൊല്ലുന്നത് കേട്ടു. കാരണം എന്താ? ആ കുട്ടി പറഞ്ഞെന്താ അറിയാമോ? ഞാൻ കുമാരനാശാൻ്റെ കവിതകളെ ഇഷ്ടപ്പെടുന്നു, കുമാരനാശാൻ്റെ കവിതകളോടാണ് എനിക്ക് സ്നേഹം. ആ കുമാരനാശാൻ്റെ കവിതകളിലൂടെ വളരുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ കൃതികളെക്കുറിച്ചിട്ട് നിങ്ങളെപ്പോലൊരു ഗ്രൂപ്പിന് ക്ലാസ് എടുത്തു. ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ട്. രാവിലെ ക്ലാസ് എടുത്ത് മടങ്ങുമ്പോൾ
എനിക്കൊരാഗ്രഹം, ഞാൻ ഒരുപാട് ഗുരുദേവന്റെ കൃതികളെക്കുറിച്ച് പറഞ്ഞല്ലോ. ആരെങ്കിലും ഒരാൾ വന്ന് ഗുരുദേവന്റെ കൃതി ചൊല്ലുമോ എന്ന് ചോദിച്ചു. ഒരൊറ്റ മനുഷ്യൻ നിങ്ങൾ ഇരുന്ന പോലെ മിനുക്കച്ചാന്നും പറഞ്ഞിരുന്നു. ഒരാളും വരില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിവില്ലാണ്ടാണോ? എന്നേക്കാൾ എത്രയോ കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ തേച്ച് മിനുക്കിയാലേ കാന്തിയും മൂല്യം ഉണ്ടാവുകയുള്ളൂ. ആ തേച്ച് മിനുക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്ന് ഞായറാഴ്ചയിൽ വെറുതെ ഇരുന്ന് പോവുമല്ല. നിങ്ങളുടെ സർഗാത്മകതയെ, നിങ്ങളുടെ കഴിവുകളെ, നിങ്ങൾ എഴുത്തുകാരനാവാം, നിങ്ങൾ നല്ല സംഘാടകനായിരിക്കാം, നിങ്ങൾ നല്ല മനുഷ്യ സ്നേഹിയായിരിക്കാം. ഇതെല്ലാം ജീവിതത്തിൽ വേണം. ഡോക്ടർ മാത്രം പോരാ, ടീച്ചർമാർ മാത്രം പോരാ, എഞ്ചിനീയർമാർ മാത്രം പോരാ, എല്ലാവരും വേണം നമ്മുടെ സമൂഹത്തിൽ. ഓട്ടോറിക്ഷ തൊഴിലാളികൾ വേണം, നല്ല കർഷകർ വേണം, എല്ലാ മേഖലയിലും പണിയെടുക്കുന്നവർ വേണം. നിങ്ങൾ അറിഞ്ഞോ, ഈ കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ കോട്ടയത്ത് മാന്നാനത്ത് ഒരു സ്കൂള്, ആ സ്കൂളിൻ്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ആരാന്നറിയാമോ? +2 പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവന് 2 കയ്യുമില്ല. അവൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവൻ്റെ 2 കാലുമില്ല. ഓർക്കുക, നിങ്ങൾക്ക് 2 കയ്യുണ്ട്, 2 കാലുമുണ്ട്. 2 കയ്യും കാലും ഇല്ലാത്ത ഒരുത്തൻ സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുക. എന്താ പ്രസംഗിച്ചെന്നറിയാമോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേകത എനിക്കുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും 2 കൈയുണ്ട്, എനിക്ക് 2 കൈയില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്, 2 കാലുമുണ്ട്, എനിക്ക് 2 കാലുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കെല്ലാവർക്കും അച്ഛനും അമ്മയുണ്ട്, എനിക്ക് അച്ഛനുമില്ല, അമ്മയുമില്ല. ആരോ എന്നെ എടുത്തു വളർത്തി ഇത്രയൊക്കെ ആക്കി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. പറയുന്നവന് കൈയില്ല, കാലില്ല, ഇതെല്ലാം ഉള്ള ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, ഞാനുമൊക്കെ. പക്ഷേ അവനവിടെ വന്ന് നിൽക്കുക. നമ്മൾ ഈ ലോകത്തെ അറിയണം. നമ്മുടെ മാത്രം ദുഃഖങ്ങളിൽ ഒതുങ്ങി നിൽക്കാൻ പാടില്ല. സമൂഹത്തെ അറിയുമ്പോൾ എൻ്റെ ഈ ദുഃഖങ്ങൾ എത്ര ചെറുതാ അല്ലേ? മൊബൈൽ കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്ന വെറും കൂവ മണ്ടൂകങ്ങളല്ലേ നമ്മൾ അല്ലേ? നല്ല ഭക്ഷണം കിട്ടാത്തതിന്, അല്ലെങ്കിൽ എന്നും ഇഡലി ആയതുകൊണ്ട്, എന്നോട് പറഞ്ഞ് ഓരോരുത്തരൊക്കെ ഒന്ന് പറയുന്ന എന്നും വീട്ടിൽ ഇഡലിയാ. ഓർക്കുക, ഇതൊന്നും കിട്ടാത്ത ഒരുപാട് പേരുണ്ട് മക്കളെ. നമ്മൾ ഒരുപാട് മുമ്പിലാണ് നിൽക്കുന്നത്. അവൻ പറഞ്ഞു, ജീവിതത്തിൽ 4 സത്യങ്ങളെ നിങ്ങൾ ഉൾക്കൊള്ളണം. ഒന്നെന്താ? ഒന്ന്, വിധിയെ മനസ്സിലാക്കണം. നിങ്ങൾ ഇന്നിപ്പോൾ ഈ നിലയിൽ എത്തിയെങ്കിൽ അത് നിങ്ങളുടെ വിധിയാണ്, അത് ഈശ്വരന്റെ നിയോഗമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്താണോ നിങ്ങളുടെ അവസ്ഥ, ആ അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സ്വീകരിക്കാൻ തയ്യാറാവണം. രണ്ടാമത് പറഞ്ഞു, ജനനം ഒരു സത്യമാണ്. ആ ജനനത്തെ നിങ്ങൾ വിശ്വസിക്കണം. നമ്മളെല്ലാവരും അംബാനിയുടെ മക്കളായിട്ട് ജനിക്കില്ലല്ലേ? നമ്മുടെ പ്രശ്നം എന്താ? അപ്പുറത്തെ ആ പയ്യൻ എന്തെല്ലാം സൗഭാഗ്യങ്ങളുണ്ട്, എൻ്റെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഞാൻ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ്, മകളാണ്. അതിൽ വിശ്വസിക്കുക, അതിൽ അഭിമാനം കൊള്ളുവാൻ കഴിയണം നമുക്ക്. കാരണം എന്താ? അത് ഈശ്വരന്റെ നിശ്ചയമാണ്. അതുപോലെ നമ്മളുടെ വിവാഹത്തെ കുറിച്ചിട്ട് ആ പയ്യൻ പറയുകയാണ്, വിവാഹം എവിടെ ഇരിക്കുന്ന ഒരാൾ വരണം. കാരണം മൊബൈലിൽ കൂടി വരുന്ന ഊശാന്താടിക്കാരന്റെ പുറകെ പോവരുത്. കാരണം എന്താ? ഇന്ന് ലാസലഹരിയുടെ രോഗമാണ് അല്ലേ? നമ്മുടെ എല്ലാം കയ്യിൽ ഫോണുണ്ട്. എത്ര സുന്ദരനാ പോവുക. എനിക്കറിയാം ഒരുപാട് പേര്. A+ കിട്ടിയ ഒരു പെൺകുട്ടി 10ാം ക്ലാസ്സിൽ A+ കിട്ടിയപ്പോൾ ഞാൻ അവളെ ആദരിച്ചു. +2 A+ കിട്ടിയപ്പോൾ ആദരിച്ചു. ഡിഗ്രിക്ക് A+ കിട്ടിയപ്പോൾ ആദരിച്ചു. അവൾക്ക് പ്രൊഫഷണൽ കോഴ്സ് വിജയിച്ച് ജോലി കിട്ടിയപ്പോൾ ഒരു ശാഖയിൽ പോയിട്ട് ഞാൻ ആദരിച്ചു. ആ സമയത്തൊക്കെ ശാഖയുടെ നേതാക്കന്മാരോട് പറഞ്ഞു, അവൾ 2 വാക്ക് പറയണം. അവളോട് ഞാൻ പറഞ്ഞു, അവർ സമ്മതിക്കാത്തത് കൊണ്ട് ജോലി കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ നിന്റെ ആദ്യത്തെ ശമ്പളം ഈ ശാഖയിൽ ഗുരുദേവ ക്ഷേത്രത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞു. കാരണം എന്താ? നീ ജോലി കിട്ടിയത് ഈ ഗുരു ഉള്ളത് കൊണ്ടാ. നീ ജോലി കിട്ടിയത് ഈ മഹാഗുരുവിന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാ. അവൾ മൈക്കെടുത്തിട്ട് എന്നോട് പറഞ്ഞെന്താണെന്നറിയാമോ? എനിക്ക് ജോലി കിട്ടിയത് എൻ്റെ മിടുക്കുകൊണ്ടാണ്. PSCയിൽ എഴുതി ഞാൻ റാങ്ക് കിട്ടിയതുകൊണ്ടല്ലേ എനിക്ക് ജോലി കിട്ടിയത്. അതുകൊണ്ട് എൻ്റെ പൈസയൊന്നും ഞാൻ ആർക്കും കൊടുക്കില്ല. നിങ്ങൾ അറിയണം പ്രിയപ്പെട്ടവളെ, പഠിപ്പുള്ളവളാ, വിവരമുള്ളവളാ, A+ കിട്ടിയവളാ. പക്ഷേ അവള് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഊശാന്താടിക്കാരൻ്റെ പുറകെ പോയി. ഒരു ഋതിക് ബൈക്കേ വന്നു, അവൻ്റെ പുറകെ ഇറങ്ങിപ്പോയി. പിന്നെ അപ്പനും അമ്മയും അവിടെ അടുത്ത് ചെന്നു. അവൾ ബോംബെയിൽ എയർപോർട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ട് പാവപ്പെട്ട അപ്പനും അമ്മയും കൂടെ കടം വാങ്ങിച്ചിട്ട് മുംബൈയിൽ എയർപോർട്ടിൽ ചെന്നപ്പോൾ അവൾക്ക് 22 വയസ്സായി. അവൾ അപ്പനോടും അമ്മയോടും പറഞ്ഞെന്താണെന്നറിയാമോ? അപ്പൻ്റെ കൈ തട്ടിപ്പറപ്പിച്ചിട്ട് പറഞ്ഞു, ഓർക്കുക, അവളെ അങ്ങനെയാക്കിയത് അപ്പനും അമ്മയാ. ശാഖായോഗമാ ഗ്രാൻഡ് നൽകി അവളെ പഠിപ്പിച്ചത്.
ആ അപ്പനും അമ്മയോടും അവൾ പറയുകയാണ്, ഞാൻ പ്രായപൂർത്തിയായ പെണ്ണ, എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം. എന്നാ ഞാനൊക്കെ ഇങ്ങനെയായത് ഈ അപ്പനും അമ്മയും ഉള്ളത് കൊണ്ടാ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അത് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാവണം എൻ്റെ പ്രിയപ്പെട്ടവരെ. എപ്പോഴും ആ ഹൃദയവികാരം ആ കൈ തട്ടിപ്പറിച്ചിട്ട് പോയി. സുന്ദരനായ ഋതിക് റോഷൻ അവൻ്റെ കൂടി അവൾ പോയി. മോളെ, നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ നിനക്ക് ഞങ്ങൾ അവളെ കെട്ടിച്ചു തരാം. ഞങ്ങൾ അവനെക്കുറിച്ചൊന്ന് അറിയട്ടെ, എവിടെ ഉള്ളവനാണെന്ന് അറിയട്ടെ. പക്ഷേ നിങ്ങളെല്ലാം മക്കളെ കണ്ടു. ഒരുപക്ഷെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ അമ്മമാർ കണ്ടു. ഒരു ദിവസം ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് ഇവനെ പിടിച്ചു. MDMA എന്ന് പറയുന്ന ലഹരിയുടെ ഏജന്റായിരുന്നു അവനെ പോലീസ് പിടിച്ചു. അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഈ വലിയ ബുദ്ധിമതി വാവിട്ട് കരയുക. അവസാനം ഇപ്പൊ അവള് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരിക്കുന്നു. എല്ലാം നഷ്ടപ്പെട്ടു. ഇങ്ങനെ ആവരുത് നിങ്ങളുടെ മക്കളെ ജീവിതം. തിരിച്ചറിവുണ്ടാവണം, വിവേകമുണ്ടാവണം. ആ തിരിച്ചറിവും വിവേകവുമാണ് എൻ്റെ മഹാഗുരുവിൻ്റെ കൃതികൾ പഠിപ്പിക്കുന്നത്, എൻ്റെ ഗുരുവിൻ്റെ ജീവചരിത്രം പഠിപ്പിക്കുന്നത്. എൻ്റെ ഗുരുവിനോടൊപ്പം സഞ്ചരിച്ച മഹാരഥന്മാരെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ആ തിരിച്ചറിവിൻ്റെ നിറവ് ലഹരിയായിട്ട് ഏറ്റെടുക്കണം. നിങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ക്ലാസ് എടുത്ത് ഉച്ചയായപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരുദേവ കൃതികൾ ചൊല്ലാൻ വന്നു. നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനും വന്നില്ല. ഞാൻ അവസാനം മൈക്ക് കൊടുത്തുകൊണ്ട് ആളുകളുടെ ഇടയിൽ നിന്നുമ്പോൾ ഒരമ്മ പറഞ്ഞടാ പോയി ചൊല്ലടാന്ന് പറഞ്ഞു. അവൻ കയറി വന്നിട്ട് ചൊല്ലി. അവൻ മൈക്ക് എടുത്ത് ചൊല്ലി എന്താണെന്നറിയാമോ? എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മല് എൻ്റെ അപ്പൻ കട്ടോണ്ട് പോയി, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ. അതുവരെ മിണ്ടാതിരുന്ന ഈ സാധനങ്ങളെല്ലാം കൂടെ കൈയടിക്കാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, ഇതാണോ ഗുരുദേവ കൃതി? അപ്പോൾ അമ്മ ചോദിക്കും, ഇതല്ലേ കൃതി? അവരൊരു പാട്ട് പാടാൻ പറഞ്ഞു. ഓർക്കുക, രാവിലെ മുതൽ ഉച്ചവരെ ഞാൻ പണിപെടുത്ത് ഗുരുദേവൻ്റെ കൃതി പഠിപ്പിച്ചപ്പോൾ ഉണ്ടായൊരു അവസ്ഥയാണ്. അവസാനം എനിക്കങ്ങ് വിഷമമായി. ഇതിനാണോ ഞാൻ ഈ 10 മണി മുതൽ തൊണ്ട അലച്ചത്? ഞാൻ അവിടെ നിന്നു. ഈ പാട്ടിൽ എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഇതിനെതിരായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ? ഗുരുദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരൊറ്റയാൾ മിണ്ടിയില്ല. അങ്ങനെയാണല്ലോ നമ്മൾ, ഒരാളും മിണ്ടിയില്ല. എനിക്കറിയാം എല്ലാവരും കഴിവുള്ളവരാണ്. ഞാൻ ഇടയ്ക്കൂടെ തന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവൻ പറയും. അങ്ങനെയാണല്ലോ നമ്മൾ, അല്ലേ? ഞാൻ പറയത്തില്ല, പിന്നെയോ ഇവൻ പറയും. എനിക്കറിയില്ലാണ്ടല്ല, ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. ഇതൊക്കെ മാറണം. രവിവാര പാഠശാലയിൽ നിരന്തരമായി വന്നാൽ ഈ ഭാവമൊക്കെ മാറും. മുൻനിരയിലേക്ക് കയറി ഇരിക്കാൻ പഠിക്കും. ഏത് പ്രതിസന്ധികൾക്കെതിരെയും പോരാടാൻ പഠിക്കും. അവിടെയാണ് തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യം ഉണ്ടാകുമെന്ന് കുമാരനാശാൻ പഠിപ്പിച്ചത്. തേച്ചു മിനുക്കിയാലേ അത് ഉണ്ടാവുകയുള്ളൂ. കാരണം ഒരുപാട് കഴിവുകളുടെ കലവറയാണ് മക്കളെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും. പക്ഷേ തേച്ചു മിനുക്കാൻ അവസരമില്ല. ആ തേച്ചു മിനുക്കാനുള്ള അവസരമാണ് പെരുന്തുരുത്തിയിലെ ഈ ഓഡിറ്റോറിയം. ഇത് നിങ്ങളുടേതാ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഓരോ കസേരയും മടക്കി വെച്ചിട്ട് നിങ്ങൾ പോകണം. ഇത് നിങ്ങളുടെ മണ്ണ, നിങ്ങളുടെയാണ് ഈ പ്രസ്ഥാനം എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. എൻ്റെ വീട് പോലെയാണ് എനിക്ക് ഈ ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ഈ സൗധം എന്നുള്ള തിരിച്ചറിവ് എൻ്റെ മക്കളെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇതാണ്. അപ്പോൾ അവിടെ നടന്നപ്പോൾ അവസാനം ഒരു കുട്ടി പറഞ്ഞു, ഇവള് നന്നായിട്ട് കവിത ചൊല്ലുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നാ മോളെ ഒരു കവിത ചൊല്ലിക്ക്. അവൾ മിണ്ടുന്നില്ല. ഉടനെ അവിടെ അമ്മ അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ പൊന്നു സാറേ, അവിടെ ഈ മൈക്ക് കൊടുക്കരുത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൈക്ക് കണ്ട അവൾ ബോധം കെട്ട് വീഴും. ഞാൻ കുഴഞ്ഞല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഉച്ചഭക്ഷണം കഴിയുമ്പോൾ ഈ പാട്ടിനെതിരായിട്ടുള്ള നിൻ്റെ അഭിപ്രായം കവിതയായിട്ട് എഴുതി തരാമെന്ന് പറഞ്ഞു. അവൾ സമ്മതിച്ചു. അങ്ങനെ അവൾ എഴുതി തന്നു. മറ്റൊരു കുട്ടി അത് കോഡ്ലെസ് മൈക്ക് എടുത്തിട്ട് വായിച്ചു. എന്താണെന്നറിയാമോ? എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ. ഒരുപാട് പാട്ടിപ്പോൾ ഉണ്ടല്ലോ. നിങ്ങൾ ഓർക്കണം, ഓരോ പാട്ടിൻ്റെയും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഈ പാട്ടുകളുടെയൊക്കെ ഉള്ളിലുണ്ടാകുന്ന അന്തരാർത്ഥങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ആ കുട്ടി എഴുതി എന്താണെന്നറിയാമോ? മിണ്ടാതെ ഉരിയാടാതെ കസേരയിൽ ചുരുണ്ടുകൂടിയിരുന്ന് അവൾ എഴുതി. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് എന്താണെന്നറിയാമോ? എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ടുപോയി. എന്താണെന്നോ? മാതാപിതാക്കളോ മോഷ്ടാക്കളാകണം, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ, മദ്യപാനമോ തുടരണം കുടുംബങ്ങളിൽ, അത് കണ്ടു പഠിക്കണം ബാല്യകൗമാരങ്ങളും. എഴുതിയതെന്താ? നിങ്ങളെപ്പോലെ ഇവിടെ ചുരുണ്ടുകൂടിയിരുന്നവളുടെ കയ്യിലേക്ക് അവളുടെ ആയുധമാകുന്ന കവിതയിൽ എഴുതിയതാ. ഓർത്തെ എത്ര ഭംഗിയാ! നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ കഴിവുകളുണ്ടെന്നേ. ഈ കഴിവുകളെ പുറത്തെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുവാനാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ വന്നു കൂടിയിരിക്കുന്നത്. അവിടെ നമ്മൾ പഠിക്കണം, ഈ മഹാരഥന്മാരെ കുറിച്ചൊക്കെ പഠിക്കണം. കാരണം എന്താ?
നമ്മളൊക്കെ അനുഭവിക്കുന്ന പ്രതിസന്ധി എത്ര ചെറുതാണെന്ന് അറിയണം. കാരണം എന്താ, തോറ്റവനാണ് സമൂഹത്തിൽ ജയിച്ചിട്ടുള്ളത്. A+ കിട്ടിയത് കൊണ്ട് മാത്രം ആരും ജയിക്കില്ല. ഒരു A+ കിട്ടിയില്ലെങ്കിലും നമുക്ക് ജയിക്കാൻ കഴിയും. കാരണം എന്താ, ജീവിതത്തിൽ ഒരു ദൃഢനിശ്ചയം ഉണ്ടാവണം. ഞാൻ വിജയിക്കുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം ഉണ്ടാവണം. ആ ദൃഢനിശ്ചയമാണ് സമൂഹത്തിലെ വിജയങ്ങൾ ഉണ്ടാക്കിയത്. ഞാനിവിടെ കുമാരനാശാനെ കുറിച്ച് പറഞ്ഞല്ലോ. കുമാരനാശാനെ പഠിച്ചവൾ എന്ത് സംഭവിച്ചു? നിങ്ങൾക്കെല്ലാം സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ പ്രവേശന ഗാനം എഴുതിയത് കുമാരനാശാനെ പഠിച്ചവളാണ്, അല്ലേ? ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കൂ, നാളെ നിങ്ങൾ എങ്ങനെയായി മാറിയെന്നിരിക്കാം. അപ്പോൾ ആ കുമാരനാശാനെ കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നിങ്ങളുടെ പ്രായമുള്ളപ്പോൾ ആ കുമാരനാശാൻ ഒരു തെറ്റ് ചെയ്തു. എന്താണെന്നറിയുമോ? തൻ്റെ കവിതകളെല്ലാം എഴുതിയിട്ട് അന്നത്തെ വലിയ ആളുകൾക്ക് അയച്ചു കൊടുത്തു. അവർ തിരിച്ചെഴുതി. ഇത്തരം പൊട്ടക്കവികളുടെ പൊട്ടക്കവിതകൾ എഴുതാൻ വേണ്ടിയിട്ടല്ല മലയാള സാഹിത്യത്തിൻ്റെ അതിബൃഹത്തായ ഗ്രന്ഥത്തിൻ്റെ രചന നടക്കുന്നത്. അതുകൊണ്ട് പ്രസിദ്ധീകരണ യോഗ്യമല്ലാത്ത നിങ്ങളുടെ കവിതകൾ തിരിച്ചയക്കുന്നു. ആർക്കയച്ചെന്നറിയാമോ? കായിക്കരയുടെ കടൽ തീരത്ത് ഒറ്റമുണ്ടുമെടുത്ത് നടന്ന ഒരു കൊച്ചു പയ്യൻ, പേര് കുമാരു എന്നായിരുന്നു. കുമാരനാശാൻ എന്ത് ചെയ്തെന്നറിയാമോ? നിങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ട്, നിങ്ങൾക്ക് നല്ല പാട്ട് പാടാൻ അറിയാം. ഇവിടെ വന്ന് പാട്ട് പാടിയപ്പോൾ ശാഖയുടെ പ്രസിഡന്റും ഇരിക്കുന്ന ദേവരായൻ സാറും ഒക്കെ പറയുക, ഓ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വലിയ വലിയ ആളുകൾ പറയുന്നു കൊള്ളുന്നു. നിങ്ങൾ എന്ത് ചെയ്യും? കരഞ്ഞോണ്ടുണ്ട് ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ ഇനി ജമ്മത്ത് ഒന്നും പാടില്ല എന്ന് തീരുമാനിക്കും. ആശാൻ തീരുമാനിച്ചത് എന്താണെന്നറിയാമോ? താൻ മോശക്കാരനാണെന്ന് പറഞ്ഞവർക്ക് തിരിച്ചു മറുപടി എഴുതി, എന്നെ പൊട്ടകവി എന്ന് വിളിച്ച നിങ്ങളെ കൊണ്ട് തന്നെ നാളെ ഞാൻ മഹാകവി എന്ന് വിളിപ്പിക്കും. ഓർക്കുക, ഒഴുക്കിനെതിരായി നീന്തുന്നവന്റെ ദൃഢനിശ്ചയ. അവിടെയാ കുമാരനാശാൻ ഉണ്ടായത്. എന്താ പരാജയങ്ങൾ എന്ന് പറയുന്നത്, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് അതിജീവിക്കുവാനുള്ളതാണെന്ന് ലോകത്തിന് മുമ്പിലേക്ക് പഠിപ്പിച്ചു കുമാരു. അവിടെയാ കുമാരനാശാൻ ഉണ്ടായത്. അത് ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു കുമാരനാശാനെ നമുക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ടവർ, നമ്മൾ അറിയണം, ഇതാണ് മഹത്വം എന്ന് പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവനെ അറിഞ്ഞവരെ എല്ലാം നമ്മൾ പഠിക്കണം. അതിൽ ഡോക്ടർ പൽപ്പുണ്ട്, കുമാരനാശാനുണ്ട്, TK മാധവനുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, മൂർക്കോത്ത് കുമാരനുണ്ട്, മൂർക്കോത്ത് കുഞ്ഞപ്പയുണ്ട്, രാരിച്ച മൂപ്പരുണ്ട്, വല്ലഭശ്ശേരി ഗോവിന്ദൻ വൈദ്യരുണ്ട്, മാലിയിൽ DK കിട്ടൻ റൈറ്ററുണ്ട്. അങ്ങനെ 100 കണക്കിന് മഹാരഥന്മാർ നമ്മളിലുണ്ട്. അവരെയൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്നത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് എത്രയോ തുച്ഛമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അവിടെ നമുക്ക് വല്ലാത്തൊരു വളർച്ചയുണ്ടാവും. അതാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ കാന്തി എന്ന് പറയുന്നത്. അതിനുള്ള ഒരു അവസര പെരുന്തുരുത്തിയിൽ ഗുരുദേവന്റെ അനുഗ്രഹമുള്ള ഈ മണ്ണിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മക്കളെ, എനിക്കൊന്നേ പറയാനുള്ളൂ. സമയം 1 മണി ആയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. എനിക്കൊന്നേ നിങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ നിരന്തരമായി ഇവിടേക്ക് വരണം. ഇവിടെ നടക്കുന്ന പാഠശാലയിലെ ക്ലാസ്സുകളിൽ നിരന്തരമായിട്ട് വന്നിട്ട് നിങ്ങൾ പങ്കെടുക്കണം. ശ്രീനാരായണ ഗുരുദേവനെ അറിയണം. ഗുരുദേവനോടൊപ്പം സഞ്ചരിച്ച മഹാരഥന്മാരെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കണം. ആ ഹൃദയവുമായിട്ട് വേണം ഈ മണ്ണിൽ നിന്ന് നിങ്ങൾ മടങ്ങാൻ. ഗുരുദേവന്റെ 5 ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ പേര് ആരെങ്കിലും ഒന്ന് പറയുമോ? ഗുരുദേവന്റെ 5 ഗൃഹസ്ഥ ശിഷ്യന്മാരുടെ പേര് ആരെങ്കിലും ഒന്ന് പറയുമോ? ഗുരുദേവന്റെ 5 സന്യാസി ശിഷ്യന്മാരുടെ പേര് ആർക്കെങ്കിലും ഒന്ന് പറയുമോ? ആരും പറയില്ല. അറിയാൻ പാടില്ലാണ്ടാണോ അതോ ഞങ്ങൾ പറയില്ല എന്ന് തീരുമാനിച്ചിട്ടാണോ? എന്തായാലും നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുക. ഇനി 365 ദിവസം കഴിയും. അതിൻ്റെ ഇടയിൽ ഓണം വരും, വിഷു വരും. ആ ഓണവും വിഷുവും ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ വ്യത്യസ്തമായ മനുഷ്യരായിട്ട് മാറണം ഈ മണ്ണിൽ വന്നിട്ട്. കാരണം ലോകത്ത് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നതിനേക്കാളും ആനന്ദം നിങ്ങൾക്ക് ഈ ഉത്സവത്തിൽ വന്ന് ഇവിടെ പങ്കെടുത്താൽ ലഭിക്കും. കാരണം എന്താ? ഇത് ആനന്ദോത്സവ. നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന ആനന്ദത്തിൻ്റെ ഭൂമികയാണ് ഈ മണ്ണ്. ആ തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾക്കുണ്ടാവണം. ഗുരുദേവനെ ഹൃദയത്തിൽ പിടിക്കുന്നവരായിട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥന ചൊല്ലണം. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടല്ലേ, ആ ഭക്ഷണം കൊടുക്കുമ്പോൾ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ ഭക്തിയില്ലാത്തവരുണ്ടെങ്കിൽ ഉപ്പില്ലാത്ത ഭക്ഷണം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിനാ? ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള കരുത്താണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി നിങ്ങൾക്കുണ്ടാവണം. അതെന്ത് ചെയ്യണം? എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരൊന്ന് കൈവെക്കാമോ? കാണാൻ വേണ്ടിയിട്ടാണ്. അവിടെ പുറകെ ഇരിക്കുന്ന അമ്മമാരെല്ലാം കൈവെക്കി കണ്ടോ?
അവിടെ ഒരെണ്ണം പൊക്കുന്നില്ല. ഉണ്ടോ അഖിലേ? എന്താ ഇവർക്കൊക്കെ പറ്റിയത്? ഒരുത്തനും പ്രാർത്ഥിക്കില്ല. മക്കളെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഈ ഗുരുവിനെ അറിയാത്തത് കൊണ്ടാ, നിങ്ങൾ ഈ മണ്ണിലേക്ക് വരാത്തത് കൊണ്ടാ. ഇതൊക്കെ മാറ്റണം. ഇതൊരു പരിവർത്തനത്തിൻ്റെ ദിവസമാണ്. ഈ ഉത്സവത്തിൽ വരുന്നത് നിങ്ങളുടെ 365 ദിവസം ഉത്സവമാക്കാൻ വേണ്ടിയിട്ടാണ്. ആ തിരിച്ചറിവ് ഉണ്ടാവണം. അതിനുവേണ്ടിയാണ് നിങ്ങളുടെ സുജാത ടീച്ചറും ശാന്തമ്മ ടീച്ചറും ഷിജി ടീച്ചറും ഉൾപ്പെടെയുള്ള ടീം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. എന്തിനാ? നിങ്ങൾ അങ്ങനെ വളരാൻ വേണ്ടിയിട്ടാണ്, അവരെക്കാൾ ഉയരാൻ വേണ്ടിയിട്ടാണ്. ആ ഉയർച്ചയിലേക്ക്, വളർച്ചയിലേക്കുള്ള ആനന്ദോത്സവമായിട്ട് മക്കളെ നിങ്ങളുടെ ദിനരാത്രങ്ങൾ മാറട്ടെ. അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒന്നിച്ചു വന്ന് മടങ്ങണം. അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു പാടാം. ഒന്നാണു നമ്മൾ സഹോദരന്മാർ, ഒന്നാണു നമ്മൾ സഹോദരിമാർ. ഒരു ജീവൻ വരട്ടെ. ഗുരുദേവധർമ്മത്തിൻ മക്കൾ നമ്മൾ, ഒരുമയോടി മണ്ണിൽ ഉത്സുകരായി, ഓരോ ദിനത്തിലും ഒന്നു ചേരാം, ഓരോ ഞായറാഴ്ചയും ഒന്നു ചേരാം. ഒരു ജീവൻ വരട്ടെ മക്കളെ. ഡോക്ടർ പൽപ്പൂവും കുമാരനാശാനും ടി കെ മാധവനയ്യപ്പനും. ഞാൻ വടയും ചായ ഒന്നും ഇവരെനിക്ക് തന്നിട്ടില്ല. പച്ചവെള്ളം ആകെ ഇരുന്ന് കുടിച്ചതാണ് എൻ്റെ എനർജി. എനിക്കിങ്ങനെ പാടാമെങ്കിൽ എത്രയോ നന്നായിട്ട് ചായയും വടയും കുടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് പാടാം. പാടിക്കേ. ഡോക്ടർ പൽപ്പൂവും കുമാരനാശാനും ടി കെ മാധവനയ്യപ്പനും ഇവരാ ഞങ്ങളുടെ നേതാക്കൾ, ഇവരാ യോഗത്തിനാധാരഭൂതർ. അപ്പോൾ ഈ മഹാരഥന്മാരെ കുറിച്ച് പഠിക്കണം. ശിവലിംഗദാസ സ്വാമികളെ കുറിച്ച് പഠിക്കണം. പരമേശ്വരൻ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് എന്തുകൊണ്ട് ഗുരുഷട്കത്തിലൂടെ ശിവലിംഗദാസ് സ്വാമി എഴുതിയെന്ന ഈ പ്രായത്തിൽ പഠിച്ചാൽ നിങ്ങൾ ഈ ഗുരുവിനെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയും. എന്തുകൊണ്ടാണ് കുമാരനാശാൻ എഴുതിയത്? അണകവിയും നടലാഴി ആഴുമെന്നിൽ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകി അണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ. എൻ്റെ ദൈവം ശ്രീനാരായണ ഗുരുദേവനാണെന്ന് ഗുരുദേവനെ അറിഞ്ഞപ്പോൾ കുമാരനാശാൻ എന്തുകൊണ്ട് എഴുതിയെന്ന് നമ്മൾ പഠിക്കണം. ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനായ ബോധാനന്ദ സ്വാമിജി എന്തുകൊണ്ടാണ് എഴുതിയത്? എന്നാലും ഉപദ്രവം ഒരുത്തനും ഒന്നുകൊണ്ടും എന്നാലും ഏൽക്കരുത് ഞാൻ കരുതാതെ കണ്ടും നന്നായി വരട്ടെ മമ വൈരിജനങ്ങളും എന്ന് പാടാൻ കഴിയുന്ന വിശാലതയിലേക്ക് എന്തുകൊണ്ടാ ബോധാനന്ദ സ്വാമിജി വളർന്നതെന്ന് ഇവിടെ വന്നിരുന്നു കൊണ്ട് പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ മാതാപിതാക്കളെ കാണുമ്പോൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ കാണുമ്പോൾ, നിങ്ങളുടെ സമൂഹത്തെ കാണുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിനൊരു ഉത്സവത്തിൻ്റെ ലഹരി ഉണ്ടാവും. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആനന്ദത്തിൻ്റെ മധു നുകരുവാൻ നിങ്ങൾക്ക് കഴിയും. അത് ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ളൊരു പ്ലാറ്റ്ഫോം ഈ ശാഖയുടെ കമ്മിറ്റി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നല്ലോ. നല്ലൊരു കയ്യടി കൊടുത്തേ അവർക്ക്. അതുകൊണ്ട് ഒരു സത്യപ്രതിജ്ഞ ചെയ്യിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന്, കുട്ടികളെല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന്, എല്ലാവരും എണീറ്റ് നിന്ന്. ഇനി ആ കൈ ഒന്ന് കൂപ്പി പിടിച്ചേ, നല്ല ചേർത്ത് പിടിച്ചേ, കൈ ചേർത്ത് പിടിച്ചേ, ഹൃദയത്തോട് ചേർത്ത് പിടിച്ചേ. ഞാനൊരു സത്യപ്രതിജ്ഞ ചൊല്ലുകയാണ്, നിങ്ങളെല്ലാവരും ചൊല്ലണം കേട്ടല്ലോ. ഈ ആനന്ദോത്സവത്തിൻ്റെ പുണ്യദിനത്തിൽ മാതാപിതാക്കൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, പ്രസിഡന്റ് കേൾക്കുന്നുണ്ടല്ലോ. ഈ ആനന്ദോത്സവത്തിൻ്റെ പുണ്യദിനത്തിൽ
പെരുന്തുരുത്തി ശാഖയിലെ ഈ ശാഖാ ഹാളിൽ വെച്ച് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഒച്ചത്തിൽ പറയണം. ഇനിയുള്ള രവിവാര പാഠശാലകളിൽ ഞാൻ വരികയും എൻ്റെ സഹപാഠികളെയും സമീപത്തുള്ളവരെയും ഈ രവിവാര പാഠശാലയിലേക്ക് വരുത്താൻ പ്രേരിപ്പിക്കുമെന്ന് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഇത് പാലിക്കണം കേട്ടോ. സാധിക്കുമ്പോഴൊക്കെ ഈ ഗുരുദേവ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിക്കണം കേട്ടല്ലോ. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളിൽ പരമാവധി വന്ന് പങ്കെടുക്കണം. മറ്റുള്ളവരെയും പങ്കെടുപ്പിക്കണം. A+കാരെ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയുക കേട്ടല്ലോ. നിങ്ങൾക്ക് A+ കിട്ടിയത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടല്ലോ. അത് പഠിക്കണം. അപ്പോൾ നിങ്ങളെല്ലാം വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇത്രയും നല്ലൊരു അവസരം ഈ ഉത്സവം ഉണ്ടാക്കി തരുന്ന ഇതിൻ്റെ സംഘാടകർക്കും വിശിഷ്ട നിങ്ങളുടെ ടീച്ചർമാർക്ക്, നമ്മുടെ പ്രത്യക്ഷത്തിലുള്ള ശാന്തമ്മ ടീച്ചർക്കും സുജാത ടീച്ചർക്കും അനുബന്ധമായി നിൽക്കുന്ന വനിതാ സംഘത്തിനും യൂത്ത് മൂവ്മെൻറ്റിനും മറ്റ് എല്ലാവർക്കും ഗുരുജനങ്ങൾക്കെല്ലാം പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാനിങ്ങനെ വന്ന് നിൽക്കാൻ കാരണം ഇതുപോലുള്ള രവിവാര പാഠശാലയാണ്. അതുകൊണ്ട് എനിക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്കും ലോകം മുഴുവൻ അതിനപ്പുറത്ത് കീഴടക്കുവാനുള്ള കഴിവും യോഗ്യതയും നിങ്ങൾക്കുണ്ട്. അതിന് ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വ്യത്യസ്തമായ തലത്തിൽ നിൽക്കുന്ന നിങ്ങളുടെ കഴിവുകളെ വികസിപ്പിക്കുവാനുള്ള നിങ്ങളുടെ രംഗവേദിയായി ഈ മണ്ണിനെ മാറ്റിയെടുക്കുവാൻ ഗുരുദേവൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ വേദി ഒരുക്കിയ ശാഖായോഗത്തിൻ്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് എല്ലാവർക്കും നമസ്തേ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്തേ. ധർമ്മം ജയിക്കട്ടെ.